യം ശൈവാഃ സമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരിഃ ഓം ഹരിഃ ഓം തത്സ്. ജയഗുരു. നമുക്കൊരു 3 തവണ പതിവ് പോലെ ഓങ്കാര ജപ തപസ് ചെയ്യാം. ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്കും മംഗളത്തിനും കല്യാണത്തിനും വേണ്ടി മനസ്സങ്ങോട്ട് വികസിക്കട്ടെ ആഗോളം. കയ്യിൻ്റെ വിരലുകൾ കോർത്ത് മടിയിൽ വയ്ക്കൂ. കണ്ണടച്ച് പരമാവധി നിവർന്നിരിക്കുക, വിഷമിക്കാത്ത തരത്തിൽ. എന്നിട്ടോ മനസ്സും വായും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. ഓ ഹരിഃ ഓം തത്സ്. ജയഗുരു. നമ്മുടെ നൈമിഷാരണ്യത്തിൽ നടക്കുന്നത് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രമാണല്ലോ. ഈ സത്രം അന്വർത്ഥമാകുന്നത് ശ്രീമദ് ഭാഗവതത്തിലുള്ള തത്വങ്ങളെപ്പോലെ മൂല്യങ്ങളും തത്വമൂല്യങ്ങളെപ്പോലെ സിദ്ധാന്തങ്ങളും വേണ്ടതുപോലെ വിശകലനം ചെയ്ത് വിശദീകരിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വർത്ഥമാവത്തക്ക വിധത്തിൽ വാസ്തവത്തിൽ ശുകമഹർഷി എങ്ങനെ പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തുവോ അതേപോലെ ഇവിടെ പ്രതിപാദിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ഈ തത്വസമീക്ഷണം എന്ന് പറയുന്ന ആ പ്രയോഗം അന്വർത്ഥമാകുന്നത്. അതിന് ഭാഗവതത്തിലെ ശ്ലോകങ്ങളെല്ലാം ചിലപ്പോൾ ഒറ്റ തിരിച്ച് വേണ്ടതുപോലെ എടുത്ത് വിശകലനം ചെയ്യേണ്ടി വരും. ഭാഗവതത്തിൻ്റെ തുടക്കം ശ്ലോകം വളരെ വിശേഷപ്പെട്ടതാണെന്ന് പറഞ്ഞ് അതിനെപ്പറ്റിയാണ് നമ്മൾ പറയാൻ തുടങ്ങിയത്. ആ ശ്രീമദ് ഭാഗവത വിഷയം എന്താ, പ്രതിപാദനം എന്താന്നുള്ളത് ആദ്യത്തെ 3-4 പദം കൊണ്ട് തന്നെ രചയിതാവ് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജന്മാദ്യസ്യ യതോന്വയാദിതരതഃ ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദാ യാദി കവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുകകം സത്യം പരം ധീമഹി. കൊല്ലങ്ങളായി നാം ഇവിടെ പ്രദർശിപ്പിക്കുന്നതാണ് ഈ സത്യം പരം ധീമഹി എന്ന മുദ്രാവാക്യം. ശ്രോതാക്കളും പ്രേക്ഷകരുമായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും
ഈ 3 പദങ്ങളെക്കുറിച്ച് എത്ര തവണ ആലോചിച്ചാൽ ആ തൃപ്തി വരിക എനിക്ക് എന്ന് പറയാൻ പറ്റില്ല. ആലോചിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഈ ലോകം മുഴുവനും അനുനിമിഷം നമുക്ക് ഉദ്ബോധിപ്പിച്ച് തരുന്നതാണ് പരമമായ സത്യം. എവിടെ നോക്കിയാലും ഇവിടെ മിന്നിത്തിളങ്ങുന്നത് പരമസത്യമാണ്. ആ തിളക്കം ഒരളവ് വരെ കാണിച്ചു തരാനുള്ളതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. എന്നാൽ ഇന്ദ്രിയങ്ങൾ വെളിപ്പെടുത്തിയത് കൊണ്ട് ഈ പരമസത്യം മുഴുവനും വ്യക്തമാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇന്ദ്രിയങ്ങൾ കാണിച്ചു തരുന്നത് ആ അഭിവ്യക്തി വളരെ പരിമിതമാണ്. ഇപ്പോൾ കണ്ണുകൊണ്ട് നാം നോക്കുമ്പോൾ മുൻഭാഗം മാത്രമല്ലേ കാണുള്ളൂ. കണ്ണിന് അനന്ത ദൂരദർശന ശക്തിയുണ്ടത്രേ. ദി ഫാർ പോയിൻ്റ് ഓഫ് ദി ഐ ഈസ് ഇൻഫിനിറ്റി എന്ന് ഒരു ഓഫ്തൽമോളജിസ്റ്റ് എന്നോട് പറയുണ്ടായി. അനന്ത ദൂരത്തിൽ തക്ക വലിപ്പമുള്ള ഒരു സാധനം പ്രദർശിപ്പിച്ചാൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അത് കാണാം എന്ന്. അപ്പോൾ എന്താ അതിനർത്ഥം? വളരെ ചെറിയ അവയവമാണ് ഈ കണ്ണ്, ഇന്ദ്രിയം. ആ ഇന്ദ്രിയത്തിന് അനന്ത ദൂര വസ്തുക്കളെ ദർശിക്കാനുള്ള ശക്തി ഉണ്ടെന്ന്. ഈ ശക്തി കണ്ണിനുണ്ടെങ്കിൽ കണ്ണിന് ആ ശക്തി ആരാണ് പ്രദാനം ചെയ്തത്? ഗർഭസ്ഥ ശിശുവിൽ ഒരാളും പുറമേ നിന്ന് പ്രവേശിക്കുന്നില്ല. അമ്മയുമില്ല, അച്ഛനുമില്ല, ബാഹ്യ ഘടകങ്ങളൊന്നുമില്ല. അമ്മ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ ജഠരാഗ്നിക്ക് വേണ്ടിയിട്ട് കഴിക്കുന്നതാണ്, കുട്ടിക്ക് വേണ്ടി ഒന്നും കഴിക്കുന്നില്ല. ഗർഭാശയത്തിൽ വളരുന്ന ശിശു ആ ഗർഭം അമ്മയുടെ ശരീരത്തിലെ രക്തം ഒരു ഭക്ഷണമായി സ്വീകരിച്ച് വളരണു എന്നല്ലാതെ അമ്മയിൽ നിന്ന് ഒരു കാര്യവും ആ കുട്ടി എടുക്കുന്നില്ല. അത് സ്വയമാണ് രൂപപ്പെടുന്നത്. ഒരു ഭാഗത്ത് മസ്തിഷ്കം, ബ്രെയിൻ, അതിനെ തുടർന്ന് മറ്റ് അവയവങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും, ദഹനത്തിന് വേണ്ടതും എല്ലാം തന്നെ സ്വയം രൂപപ്പെടുത്തുന്നതാണ്. അപ്പം അത് പ്രദാനം ചെയ്തിട്ടുള്ളതാണ് കണ്ണിന് അനന്തരൂപം, അനന്ത ദൂരദർശന ശക്തി. അങ്ങനെ ഒന്ന് അനന്തരൂപത്തിൽ അതിന് കണ്ണിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് സ്വയം അനന്തമാണ്, സ്വയം അനന്തശക്തി ഉള്ളതാണെന്ന് വ്യക്തമാവുന്നുണ്ടല്ലോ. വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ വിശേഷപ്പെട്ട ഒരു ശക്തി നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ട്. ശക്തി അതിൻ്റെ ഒരു ഗുണവിശേഷമാണ്. അത് വാസ്തവത്തിൽ ഒരു സാന്നിധ്യമാണ്. ആ സാന്നിധ്യം ദ്രവ്യം പോലെയോ ഊർജം പോലെയോ അല്ല. സോ അതിനെ നമ്മളൊരു സബ്സ്റ്റൻസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു എനർജി എന്നും പറയാൻ പറ്റില്ല. എന്താ കാരണം? ഊർജം, ദ്രവ്യം എന്ന് പറയുന്നത് രണ്ടും ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമാണ്. ഈ സാന്നിധ്യമാകട്ടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്തതുമാണ്. അപ്പോൾ ദ്രവ്യോർജങ്ങളിൽ അതിനെ പെടുത്താൻ പറ്റില്ല. ഈ ദ്രവ്യവും ഊർജവും അല്ലാത്തത് പിന്നെ എന്താ? അതാണ് അതിന് പരം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ളത്, ദൃശ്യത്തിന് അതീതമായിട്ടുള്ളത്, സ്ഥൂലത്തിനും സൂക്ഷ്മത്തിനും അതീതമായത്, അങ്ങനെയുള്ള ആ പരമസത്യത്തെ ബുദ്ധിയിൽ നിർത്താനേ നമുക്ക് പറ്റുള്ളൂ. ആലോചിച്ച് കൊണ്ടിരിക്കുക. ഒരു കവി പലതും എഴുതുന്നുണ്ടെന്ന് നോക്കിയാൽ, അല്ല ഒരു എഴുത്തുകാരനായാലും ആ എഴുത്തുകാരൻ എഴുതുന്നത് മുഴുവൻ എവിടുന്നാ? ബുദ്ധിയിൽ നിന്നാണ് എഴുതുന്നത്, ആലോചനയിൽ നിന്നാണ്. ആ ആലോചനയിൽ രൂപപ്പെടുന്ന കാര്യങ്ങളാണ് ശബ്ദരൂപത്തിലും പദരൂപത്തിലും അക്ഷരങ്ങളായിട്ടും വാക്യങ്ങളായിട്ടും ഖണ്ഡികകളായിട്ടും ഒക്കെ പുറത്തു വരുന്നത്. ആ ബുദ്ധിയിൽ എങ്ങനെ ഇത് രൂപപ്പെടുന്നുവോ അതേമാതിരി ഈ പരമസത്യത്തെക്കുറിച്ച് നാം ആലോചിച്ചു കൊണ്ടിരിക്കണം. അത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. കർമ്മങ്ങൾ ചെയ്ത് ആരാധിക്കപ്പെടേണ്ടതല്ല അത്. വെറും സ്തുതികൾ കൊണ്ട് ആരാധിക്കപ്പെടേണ്ടതല്ല അത്. ബുദ്ധി കൊണ്ട് ആലോചിച്ചു കൊണ്ടിരുന്ന് അവസാനം ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം, ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണെങ്കിലും ബുദ്ധിക്ക് ഗ്രഹിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് ബുദ്ധി കൊണ്ട് ആലോചിച്ചു കൊണ്ടിരുന്നോളൂ എന്ന്. ജന്മാദ്യസ്യ യതോന്വയാദിധരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദയാദി കവയേ മുഹ്യന്തി യത്സൂരയഃ. നോക്കൂ, വാൽമീകി മഹർഷിയാണ് നാം ആദികവി എന്നിങ്ങനെ പറയുന്നത്. വാൽമീകി മഹർഷിയിൽ ആ വേടൻ ക്രൗഞ്ചപക്ഷികളിൽ ദമ്പതികൾ ഒരെണ്ണത്തിനെ അമ്പെയ്ത് വീഴ്ത്തിയപ്പോൾ
മറ്റേ പക്ഷി അതിനെ വിടാനും പറ്റില്ല, അതിൻ്റെ കൂടെ പോകാനും പറ്റില്ല എന്ന് പറഞ്ഞിങ്ങനെ കഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ കരച്ചിൽ കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. താൻ തൻ്റെ കുടുംബങ്ങൾക്കോ തനിക്കോ ഇഷ്ടപ്പെടാത്തൊരു കാര്യം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈ അമ്പെയ്ത വേടൻ അദ്ദേഹത്തിൻ്റെ പത്നിയോടുകൂടി ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ വന്ന് അവരിൽ ഒരാളെ കൊന്നാൽ മറ്റൊരാൾ ഇഷ്ടപ്പെടുമോ? അത് ഇല്ല. എന്നാൽ പക്ഷി ദമ്പതികളെ എങ്ങനെയാണ് അതുപോലെ ചെയ്തേ? ഇതാണ് മനുഷ്യൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്ന മായയും മോഹവും ഭ്രമവും. ആ സങ്കടം പുറത്തു വന്നതാണ് ആദ്യത്തെ കാവ്യമായി തീർന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ആദികവി എന്ന് പറയും. എന്നാൽ എനിക്ക് പറയാനുള്ളത്, വാൽമീകി അല്ല ഈ പുണ്യഭൂമിയിലെ ആദികവി. അതിന് മുൻപേ ഉണ്ട് ഇവിടെ കാവ്യവും കവികളും. നമ്മുടെ വേദോപനിഷത്തുകളെല്ലാം ഒരു നിലയ്ക്ക് കാവ്യങ്ങളാണ്. 4 പാദങ്ങളോടുകൂടി പൂർവാർദ്ധം ഉത്തരാർദ്ധം എന്ന അവയവങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭംഗിയായി കാവ്യങ്ങൾ രചിച്ചതാണ് ഉപനിഷത്തിൽ പലതും. മുണ്ടകോപനിഷത്ത്, കഠോപനിഷത്ത്, കേനോപനിഷത്ത്, ശ്വേതാശ്വതരോപനിഷത്ത്, ഇങ്ങനെ പലതും നല്ല നല്ല കാവ്യങ്ങളിലൂടെയാണ് പ്രകടമായിരിക്കുന്നത്. അതൊക്കെ രചിച്ച ആൾക്കാർ ആരാ? വാൽമീകി മഹർഷി എത്രയോ പിന്നിലാണല്ലോ. അപ്പോൾ വാൽമീകിയെ ആദികവി എന്ന് പറയാമോ? പറയാൻ പറ്റില്ല. എന്നാലും സാധാരണ നിലയ്ക്ക് മഹാകവികളോ അല്ലെങ്കിൽ മഹാകാവ്യങ്ങളോ ഒക്കെ രേഖപ്പെടുത്തിയത് വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും മുമ്പുള്ളതാണ് രാമായണവും രാമായണ കർത്താവും എന്നുള്ള അർത്ഥത്തിൽ നാം പറയുന്ന ഒരു വിരോധമില്ല. പക്ഷേ ഇവിടെയോ ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ടല്ലോ, തേനേ ബ്രഹ്മഹൃദ യാദി കവയേ മുഹ്യന്തി യത്സൂരയഃ. ഏത് വിഷയത്തിലാണോ പണ്ഡിതന്മാരെല്ലാവരും വ്യാമോഹിതരായിരിക്കുന്നത്, എന്താ അതെന്ന് കണ്ടുപിടിക്കാനോ പറയാനോ സാധിക്കുന്നില്ല. കണ്ണിന് എങ്ങനെയാണ് അനന്ത ദൂരം ദർശിക്കാനുള്ള ശക്തി ഉണ്ടായത്? പുറമേ നിന്ന് ആരും രൂപപ്പെടുത്തിയതല്ല, ഉള്ളിൽ നിന്ന് പിന്നെ ആര് രൂപപ്പെടുത്തി? ഗർഭപാത്രത്തിലുള്ള ആ ഫീറ്റസിന് അനന്തശക്തി പ്രദാനം ചെയ്യാനുള്ള, അനന്തശക്തിൻ്റെ സ്രോതസ്സാവാനുള്ള ഒരു നിലയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പറയാനും ഗ്രഹിക്കാനും അത്ര എളുപ്പമല്ല. വലിയ വലിയ കവികളും വിദ്വാൻമാരും പണ്ഡിതന്മാരുമെല്ലാം മുഹ്യന്തി യത്സൂരയഃ, മോഹിച്ചു പോണു അവിടെ എന്നാണ് പറയണത്. അങ്ങനെയുള്ള ബ്രഹ്മാവിനാണ് ആദ്യമായി വേദം എന്ന് പറയുന്ന സാഹിത്യനിധി വെളിപ്പെടുത്തി കൊടുത്തത്. ഇപ്പോൾ കാളിദാസൻ മഹാകാവ്യം അല്ല, കാളിദാസനല്ല, പാണിനി അന്ന് നിലവിലുള്ള വ്യാകരണ ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. അത് പോരാ, അതിനേക്കാളൊക്കെ മികച്ച ഒരു വ്യാകരണ ഗ്രന്ഥം എഴുതണം എന്ന് വിചാരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? ആദ്യമായിട്ട് അങ്ങോട്ട് എഴുതാൻ പുറപ്പെടുകയല്ല, അദ്ദേഹം പരമശിവനെക്കുറിച്ച് തപസ് ചെയ്തു. തപസ് ചെയ്ത് ശിവൻ പ്രത്യക്ഷപ്പെട്ട കയ്യിലുള്ള ഉടുക്ക് ഡുക്കുടുക്കുടുക്കു നുണുണു ഒന്ന് വായിച്ചു അത്രേ. ആ വായിച്ചതിൽ നിന്നാണ് അദ്ദേഹത്തിന് മാഹേശ്വര സൂത്രങ്ങൾ വെളിപ്പെട്ട് കിട്ടിയതെന്ന്. അപ്പം നമ്മളെല്ലാവരും ഇവിടെ വിശേഷപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാൻ പുറപ്പെടുമ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യുന്നതാണ് തപസ്. ആ തപസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സും ബുദ്ധിയും ഉൾപ്പെടുത്തി നാം ചെയ്യുന്ന ഒരു അനുഷ്ഠാനമാണിത്. ആ തപസ്സിലൂടെയാണ് നമുക്ക് വെളിപാടെല്ലാം ഉണ്ടാവുന്നത്. എല്ലാം ഇവിടെ ആരെല്ലാം ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും ഉൾവൈഭവം കൊണ്ട്, ഉൾപ്രചോദനം കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. പുറമേ നിന്ന് നമുക്ക് ഒരനുഭവവും ഇല്ല, ഒരു പ്രചോദനവുമില്ല. ഉള്ളതൊക്കെ നമ്മുടെ ഉള്ളിലാണ്. ഇപ്പം എൻ്റെ മുൻപിലൊരു പന്തലുണ്ട്, ആ പന്തലിൽ ബഹുശതം പ്രേക്ഷകരിരിക്കുന്നു എന്ന് ഞാൻ കണ്ട് എനിക്ക് അനുഭവം തോന്നി ഞാൻ പറയുന്നതാണ്. ഈ പന്തലുണ്ടെന്നുള്ളത് പന്തലെന്നോട് പറയുന്നില്ല, ഞാനാണ് പറയുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ. ഈ അനുഭവം ഉണ്ടാവുന്നത് ഇന്ദ്രിയങ്ങളുടെ തലത്തിലാണോ? അല്ല, അനുഭവം എപ്പോഴും ശരീരത്തിൻ്റെ ഉള്ളിലാണ്, മനസ്തലത്തിലാണ്. അവിടെയാണ് ഈ വെളിപാടുകളും നമുക്കെല്ലാം ഉണ്ടാവുന്നത്. അത് ബ്രഹ്മാവിനെ ചൂണ്ടിക്കാട്ടി പറയുമ്പോൾ ബ്രഹ്മാവാണല്ലോ രചയിതാവ്. ആ ബ്രഹ്മാവിന് വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ അതേമാതിരി വെളിപ്പെടുന്നതാണ് ഇവിടെ എല്ലാവർക്കും എല്ലാം എന്ന അർത്ഥം സ്വാഭാവികമായി വരുന്നു. അങ്ങനെ എല്ലാം വിശേഷപ്പെട്ട രചനകളും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവുമെല്ലാം നടത്തിക്കൊണ്ട് നിരസ്തകുഹകം
മായയല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചുകൊണ്ട് സ്വയം പ്രകാശിക്കുന്ന ഒരു വിശേഷപ്പെട്ട സത്യമുണ്ട്. അതാണ് പരമസത്യം എന്ന് പറഞ്ഞു. ആ പരമസത്യത്തെ ആലോചനാമണ്ഡലത്തിൽ ആനയിച്ച് ബുദ്ധി കൊണ്ട് അതുമായി വിഹരിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് വാസ്തവത്തിൽ ശ്രീമദ് ഭാഗവതം ഉദ്ദേശിക്കുന്നത്. കാര്യം നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ പറയാം, പരമകല്യാണനിധിയെ വർണ്ണിക്കാം, കേൾക്കാം, രസിക്കാം, ആനന്ദിക്കാം, ആഹ്ലാദഭരിതനാകാം. അതൊക്കെ വൈകാരികമായും ഭാവാത്മകമായും നമുക്ക് നടത്തുന്നതിന് വിരോധമില്ല. പക്ഷേ സത്യം മനസ്സിലാവണമെങ്കിൽ അത് ആലോചനാ മേഖലയിൽ പ്രവേശിച്ച് ബോധാത്മകമായ ബുദ്ധി കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു ശ്രീമദ് ഭാഗവതം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യത്ര സർഗോ മൃഷ എന്ന് പറഞ്ഞാണ് ഞാൻ തലേ ദിവസം നിർത്തിയത്. സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങൾ ചേർന്നതാണ് പ്രകൃതി. ആ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ അത് കെമിസ്ട്രി എലിമെൻസോ ഫിസിക്കൽ കമ്പോണൻസോ ഒന്നുമല്ല. ഗുണം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി എന്നർത്ഥമാണ്. പാലിന് വെളുപ്പുണ്ട്, വെളുപ്പ് നിറമുണ്ട്. അത് ദ്രവരൂപത്തിലുള്ളതാണ്. ആ ദ്രവത്വവും വെളുപ്പുമൊക്കെ ഗുണങ്ങളാണ്. അതുപോലെ എല്ലാ വസ്തുക്കൾക്കുമുണ്ട്. ഇപ്പോൾ പഞ്ചസാര, അതിന് മധുരം ഒരു രസമാണ്. നമ്മുടെ നാവ് കൊണ്ട് സ്പർശിച്ചാൽ അതിന് മധുരം ഒരു ഗുണവിശേഷമാണ്. അതേമാതിരി ഗുണവിശേഷങ്ങളില്ലാത്ത ഒരു സാന്നിധ്യവും ഉണ്ടാവില്ല. ഈ പ്രകൃതി എന്ന് പറയുന്നത് സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണവിശേഷങ്ങളുടെ സംഘാതമോ സമാഹാരമോ ആണ്. ആ ഗുണങ്ങൾ വരുത്തി തീർക്കുന്നതാണ് ഈ സൃഷ്ടി മുഴുവനും, രചന മുഴുവനും. ആ ത്രിഗുണങ്ങളുടെ ഉല്ലാസമോ വിലാസമോ പരിലസനമോ എല്ലാം തന്നെ മായാരൂപത്തിൽ മിഥ്യയായിട്ടേ നടക്കുന്നുള്ളൂ എന്ന്. വാസ്തവത്തിൽ സ്വാമിജി ഈ പറയുന്നത് ശരിയാണോ, ഇത് തന്നെയാണോ എന്ന് ചോദിച്ചാൽ ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകങ്ങളെല്ലാം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നത് നാം കാണുന്ന ഈ സൃഷ്ടിവിശേഷം പരമാർത്ഥത്തിലുള്ളതല്ല. അത് ക്ഷണികമാണ്, പരിവർത്തനശീലമുള്ളതാണ്, മാറ്റത്തിന് വിധേയമാണ്. മാറ്റം എന്ന് പറഞ്ഞാൽ തന്നെ ഉള്ളതില്ലാതെയായി ഇല്ലാത്തൊരെണ്ണം ആവിർഭവിക്കുമ്പോഴാണ് മാറ്റം എന്ന് പറയുക. അപ്പോൾ സദാ ഇല്ലായ്മയെ തുടർന്ന് ഒരു ഉണ്മയും അനുഭവപ്പെടുന്നതാണ് ഈ ലോകം. അതെങ്ങനെയാണ് വാസ്തവമാവുക? വാസ്തവം എന്ന് പറയണമെങ്കിൽ ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഒരുപോലെ നിലനിൽക്കണം. ഇതാണോ ശ്രീമദ് ഭാഗവതം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്? അതെ. അതിൻ്റെ ഒരു ശ്ലോകമാണ് ഞാൻ അപ്പോൾ എടുത്ത് പറഞ്ഞത്. അവിദ്യമാനോപ്യവഭാതി ദ്വയോ ധ്യാതുർധിയാ സ്വപ്ന മനോരഥോ യഥാ തത്കർമ്മസങ്കൽപ്പ വികൽപ്പകം മനോ ബുധോ നിരുന്ധ്യാത് അഭയം തദസ്യാത്. മനുഷ്യന് നിർഭയത വരുന്നത് എപ്പോഴാണ്? ഇവിടെ ഈ കാണുന്ന മായാപ്രകടനമുണ്ടല്ലോ, അതൊക്കെ മായയാണ് എന്ന് മനസ്സിലാക്കി ഈ ലോകമാണല്ലോ നമ്മളെ ഭയപ്പെടുത്തുന്നത്. ആ ലോകം തന്നെ മിഥ്യയാണെങ്കിൽ പിന്നെ ഭയഹേതു എവിടെയാണ്? അതിനെ മിഥ്യയായി മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ കാര്യം നടക്കുക. ഇത് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ മനസ്സും ബുദ്ധിയുമാണ്. അപ്പോൾ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? അവിദ്യമാനോപ്യവഭാതി, ഇല്ലാത്തതാണെങ്കിലും പ്രകാശിക്കുന്നു എന്ന് പറയാം. എന്താ പ്രകാശിക്കാനുള്ള കാരണം? ധ്യാതുർധിയ, അതിനെ നോക്കിക്കാണുന്നവൻ്റെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പ്രകടന വിശേഷമാണ് ദൃശ്യം. എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനെ കാഴ്ച എന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ കാഴ്ച, കാണുന്നതിൻ്റെ പരിണത ഫലമാണ് കാഴ്ച. കാണുന്നു എന്ന് പറയുന്ന ക്രിയ അവിടെ സംഭാവ്യമാകണമെങ്കിൽ കാണുന്ന ഒരുവൻ കർത്താവ് വേണം. കർത്താവിൽ നിന്നാണ് ക്രിയ തുടങ്ങുക. ക്രിയയുടെ പരിണത ഫലമാണ് കർമ്മം, ഓബ്ജക്റ്റ്. അപ്പം നമ്മൾ ഈ ലോകത്തിനെ നോക്കിക്കാണുന്നു, അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ അനുഭവിക്കുക രണ്ടാമത്തെ പദ്ധതിയാണ്. അതിൻ്റെ തുടക്കം അനുഭവിക്കാൻ തയ്യാറായിട്ടൊരാളവിടെ വേണം. അപ്പം ധ്യാതുർധിയ എന്നാണ് പറയുന്നത്. ഈ കാണുന്നത് മുഴുവൻ കണ്ടനുഭവിക്കുന്ന ഒരുവനുണ്ടല്ലോ, ആ ആളുടെ ബുദ്ധിയുടെ
പ്രകടനമാണ് ഈ കാഴ്ച എന്ന്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നിങ്ങളെ കാണുന്നുണ്ടെങ്കിൽ ഞാനല്ലേ കാണുന്നത്. അപ്പം നിങ്ങൾ എന്നാൽ കാണപ്പെടുകയാണ്. അപ്പം കാണപ്പെടുന്ന വസ്തു ഉണ്ടാവണമെങ്കിൽ കാണുന്ന ഒരാൾ വേണം. ആ കാണുന്ന ഒരാൾ കാണാൻ പുറപ്പെടുമ്പോഴാണ് കാണുക, കാഴ്ച, ദർശനം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. അപ്പം ദർശനമെല്ലാം തന്നെ ദ്രഷ്ടാവിൻ്റെ പ്രകടനമാണ്. ദ്രഷ്ടാവിനെ വിട്ടൊരു ദർശനമില്ല. ധ്യാതുർധിയ സ്വപ്നമനോരഥൗ യഥാ. ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിൽ എല്ലാ വസ്തുക്കളുമുണ്ട്. ദേശമുണ്ട്, കാലമുണ്ട്, സമയമുണ്ട്, വസ്തുക്കളുണ്ട്, എല്ലാം ഉണ്ട് അവിടെ. ഈ പുറമേ കാണുന്ന വസ്തുക്കളെ പോലെ തന്നെ എല്ലാ വസ്തുക്കളും സ്വപ്നത്തിലും ഉണ്ട്. ആ സ്വപ്ന സൃഷ്ടാവാരാ? നമ്മുടെ മനസ്സ്. ആ കാര്യത്തിൽ സംശയമില്ലല്ലോ. മനസ്സ് മാത്രമേ ഉള്ളൂ. മനസ്സുള്ളത് കൊണ്ട് സ്വപ്നത്തിന് മുഴുവൻ മനസ്സ് രചിക്കണു. എണീക്കുമ്പോഴോ അതൊക്കെ പമ്പ കടന്നു. എവിടെയാണ് പോയത് ആർക്കറിയാം? വാസ്തവത്തിൽ ഈ സ്വപ്നരചന മുഴുവനും ഉണ്ടായിരുന്നെങ്കിൽ എണീക്കുമ്പോൾ എങ്ങനെ പോവും? അത് അവിടെ തന്നെ ഉണ്ടാവണമല്ലോ. അത് ഏതാകാശത്തിലും ഏത് ഭൂമിയിലുമാണത് ഉണ്ടായത്? ഒക്കെ സാങ്കല്പികമാണ്. ആ സങ്കല്പങ്ങൾ മുഴുവൻ പുറപ്പെട്ടത് എവിടുന്ന? സ്വപ്നദ്രഷ്ടാവിൽ നിന്നാണ്. അതുപോലെ മനോരഥം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനെ പലതും ആലോചിച്ച് ആലോചനയിൽ പലതും നടക്കും. അങ്ങനെ നടക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷം അത് ആലോചിക്കുന്നവൻ്റെ മനസ്സിൽ നിന്നാണ്. അതുപോലെയാണെന്ന്. ഇതെല്ലാം ഉണ്ടാക്കി തീർക്കുന്നത് നമ്മുടെ മനസ്സാണെന്ന് മനസ്സിലാക്കി ബുധോ നിരുന്ധ്യാത് അഭയം തതസ്യാത്. മനസ്സിനെ നിരോധിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ അഭയം ഉണ്ടാവുകയായി. ഭയത്തിനുള്ള ഹേതു മനസ്സ് രചിക്കുന്നതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മനസ്സ് തന്നെ വേണം ഉദ്ബുദ്ധമാവാൻ വിചാരം ചെയ്ത്. ഏകാദശ സ്കന്ധം മുക്തിസ്കന്ധമാണ്. ആ മുക്തിസ്കന്ധത്തിൽ കൃഷ്ണൻ ആദ്യമായി ഉദ്ധവനോട് പറയുകയാണ്, യദിദം മനസാ വാച ചക്ഷുർഭ്യാം ശ്രവണാദിഭിഃ നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാമനോമയം. നിങ്ങളെല്ലാവരും കേൾക്കണുണ്ടോ? എൻ്റെ കൂടെയുണ്ടോ? കേൾക്കൂ. ഉദ്ധവൻ ഉപദേശിക്കുകയാണ്. തുടക്കത്തിൽ പറയുന്ന ഏതാനും ശ്ലോകങ്ങളാണത്. ഇതിൻ്റെ വിസ്താരമാണ് ബാക്കിയുള്ള എല്ലാം കൂടിയിട്ടുള്ള 24 അധ്യായങ്ങൾ. യദിദം മനസാ വാച ചക്ഷുർഭ്യാം ശ്രവണാദിഭിഃ നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാമനോമയം. ഇതിലേറെ വ്യക്തമാക്കാനുണ്ടോ കാര്യങ്ങൾ? വല്ലവരും അല്ല ഈ പറയുന്നത്, കൃഷ്ണ പരമാത്മാവാ പറയുന്നത്. ഭാഗവതത്തിൽ പല സംവാദങ്ങളുമുണ്ട്. ആ സംവാദത്തിൽ നാരദൻ പറയണു, മൈത്രേയൻ പറയണു, പല വിധത്തിലുള്ള മഹർഷിമാരും പലരും പലതും സംസാരിക്കുന്നുണ്ട്. കൃഷ്ണൻ്റെ അച്ഛൻ സംസാരിക്കണു, അമ്മ സംസാരിക്കണു, പലരും ഉണ്ട്. അതുപോലെയല്ല കൃഷ്ണൻ സംസാരിക്കുന്നത്. കൃഷ്ണൻ്റെ സംസാരം അതിൽ അന്തിമവും പരമവുമാണ്. ആ കൃഷ്ണനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീമദ് ഭാഗവതം രചിച്ചിരിക്കുന്നത് തന്നെ. 10-ാം അധ്യായത്തിൽ കൃഷ്ണൻ്റെ ജന്മം, എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങളും യോഗ്യതകളും എല്ലാം കഴിഞ്ഞു. ആ 10-ാം സ്കന്ധം കഴിഞ്ഞ് 11-ാമത്തെ സ്കന്ധത്തിൽ മുക്തിസ്കന്ധത്തിൽ 2 വിഷയമാണ്. നവയോഗികളും നിമിചക്രവർത്തിയുമായിട്ടുള്ള സംവാദം. നാരദ മഹർഷി വസുദേവന് വേണ്ടി ഉപദേശിക്കുകയാണ് കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഇതിഹാസ രൂപത്തിൽ. അതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഉദ്ധവനോട് കൃഷ്ണൻ പറയുന്നതാ 11-ാം സ്കന്ധത്തിൽ. അതിൽ തുടക്കത്തിൽ പറയുകയാണ്, 11-ാം സ്കന്ധം 7-ാം അധ്യായത്തിൽ 7-ാം ശ്ലോകം, യദിദം മനസാ വാച ചക്ഷുർഭ്യാം ശ്രവണാദിഭിഃ. എൻ്റെ ഉദ്ധവ കേട്ടോളൂ, ഇവിടെ എന്തെല്ലാമാണോ മനസാ വാച, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ, ചക്ഷുർഭ്യാം കണ്ണുകൾ കൊണ്ടോ, ശ്രവണാദിഭിഃ ചെവി മുതലായ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ, ഗൃഹ്യമാണം എന്തെല്ലാം ഇവിടെ ഗ്രഹിക്കപ്പെടുന്നുണ്ടോ അത് മുഴുവനും വിദ്ധി മനസ്സിലാക്കുക, മായാമനോമയം. ഒന്ന് പറയൂ. അപ്പം മാത്രം എന്തായി ഉറക്കം വരണേ? നിങ്ങൾ പറഞ്ഞ എനിക്ക് കേൾക്കണേ. ഒന്ന് പറയൂ. മായാമനോമയം, മായാമനോമയം പറയൂ 4 തവണ.
ഈ ഒരൊറ്റ വാക്കുകൊണ്ട് ഈ ലോകത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മുടെ ഇഷ്ടപ്പെടുന്നത് മാത്രം നടക്കില്ല. ഇവിടെ ഇഷ്ടം നടക്കും, അനിഷ്ടവും നടക്കും, ലാഭമുണ്ടാവും, നഷ്ടമുണ്ടാവും, ഉയർച്ചയുണ്ടാവും, താഴ്ചയുണ്ടാവും, സുഖമുണ്ടാവും, ദുഃഖമുണ്ടാവും. ഇവിടെ ദ്വന്ദ്വങ്ങളുടെ സമാഹാരം, കൂത്തുരംഗം, ആകത്തുക, കൂമ്പാരമാണ് ഈ ലോകം. ആ ലോകത്തിൽ എപ്പോഴും നല്ലതുണ്ടാവും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എപ്പോഴും ചീത്തയും ഉണ്ടാവില്ല. നല്ലതുപോലെ ചീത്ത, ചീത്ത പോലെ നല്ലത്, അത് ലോകത്തിൻ്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞങ്ങോട്ട് വിടുക. വേണ്ടപ്പെട്ടവരെങ്ങാനും അല്പായസായിട്ട് പോയാൽ അവൻ പോയല്ലോ പോയല്ലോ പോയല്ലോ, ഇനി ഞാൻ എന്തിനിരിക്കണു, ഇങ്ങനെയൊന്നും ചോദിച്ച് കരയരുത് കേട്ടോ. സമാധാനത്തിന് ഇത്തിരി കരഞ്ഞോളൂ, എനിക്ക് വിരോധമില്ല, ഞാനും കരയാൻ കൂടെ. പക്ഷേ ഈ ചോദ്യത്തിലൊന്നും നമ്മൾ നിർത്തരുത്. ലോകത്തിൻ്റെ സ്വഭാവമാണത്. ലോകത്തിൻ്റെ സ്വഭാവം എന്താ? 3 വിധത്തിലുള്ള ദുഃഖം സദാ രചിക്കുന്നതാണ് ലോകം. ഈ രചന മുഴുവനും മായയിലാണ് നടക്കുന്നത്, വാസ്തവത്തിലല്ല. ഇവിടെ കുട്ടി ജനിക്കുന്നതും കുട്ടി മരിക്കുന്നതും പല വിധത്തിലുള്ള വിഷമങ്ങൾ ഉള്ളതും ഇല്ലാത്തതുമെല്ലാം ഒക്കെ മായാമനോമയം. രണ്ടാണ്. മായയാണ്, മനോമയമാണ്. മനോമയമല്ലാതെ ഇവിടെ സ്ഥൂല രൂപത്തിൽ ഒന്നും വാസ്തവമായിട്ടില്ല. മനസ്സ് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സൂക്ഷ്മ പ്രകടനമാണ്. ആ സൂക്ഷ്മമായിരിക്കുന്ന മനസ്സ് രചിക്കുന്നതാണ് സ്ഥൂലം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എന്നാൽ ഇനി അടുത്ത് പറയണത് കേൾക്കൂ. സാധാരണ നിയമം എന്താ? ഒരു സ്ഥൂല വസ്തുവിൽ നിന്ന് ഒരു സ്ഥൂല വസ്തു ഉണ്ടാവും. ഇപ്പം മണ്ണ് ഖരവസ്തുവാണ്, അതിൽ നിന്നാണ് കുടമുണ്ടാവുന്നത്, അതും ഖരമാണ്. ഇരുമ്പ് കൊണ്ട് നമ്മൾ ആയുധങ്ങൾ ഉണ്ടാക്കണം, ആ ഇരുമ്പും അതിൽ നിന്നാണ് ആയുധങ്ങൾ, അതും ഇരുമ്പുമയമാണ്. അപ്പോൾ സ്ഥൂല വസ്തുക്കളിൽ നിന്നേ സ്ഥൂല വസ്തു ഉണ്ടാവുള്ളൂ. പഞ്ചഭൂതങ്ങളിൽ നിന്നേ പാഞ്ചഭൗതിക വസ്തുക്കൾ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ ഭൗതിക വസ്തുക്കൾ, പഞ്ചഭൂതങ്ങൾ ഒട്ടാകെ എവിടെ നിന്നുണ്ടായി? പഞ്ചഭൂതങ്ങൾ ഒട്ടാകെ എവിടെ നിന്നുണ്ടായി? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ വേറെ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ഉണ്ടായതെന്ന്? അപ്പം ഞാൻ ചോദിക്കും, ആ പഞ്ചഭൂതങ്ങൾ എവിടെ നിന്നുണ്ടായി എന്ന്. എൻ്റെ ആവശ്യം, ആദ്യത്തെ പഞ്ചഭൂതങ്ങളല്ലാതെ ഇരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പഞ്ചഭൂതങ്ങളൊക്കെ ഒരു നിലയ്ക്ക് സ്ഥൂലമാണ്. അതല്ലാത്തതെന്ന് പറയുമ്പോൾ അസ്ഥൂലമായിട്ടുള്ള ഒരു തുടക്കം. അപ്പോൾ സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലമുണ്ടാവുമോ? അമ്പരന്നു. എന്താ നിങ്ങൾ ഈ പറയണത്? മണ്ണിൽ നിന്നല്ലേ കുടമുണ്ടാവുന്നത്? മണ്ണും സ്ഥൂലമാണ്, കുടവും സ്ഥൂലമാണ്. നമ്മുടെ അച്ഛനമ്മമാർ സ്ഥൂല ശരീരമുള്ളവരാണ്. അവരുടെ സ്ഥൂല ശരീരത്തിൽ നിന്ന് നമ്മുടെ സ്ഥൂല ശരീരമുണ്ടായി. ഇപ്പോൾ ഇവിടെ പറയണത് എന്താ? മനോമയമാണ് എല്ലാം. മനസ്സ് സ്ഥൂലമോ സൂക്ഷ്മമോ അറിയില്ല അല്ലേ? മനസ്സെന്താ? സൂക്ഷ്മം. അപ്പം സൂക്ഷ്മമായ മനസ്സിൽ നിന്ന് സ്ഥൂല വസ്തു ഉണ്ടാവുമോ? ഒറ്റെണ്ണം വേണ്ടില്ലേ? ഉണ്ടാവുമോ? മനസ്സ് സൂക്ഷ്മമായതിനാൽ സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലം ഉണ്ടാവില്ല. അത് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ തന്നെ സ്വപ്നത്തിലുള്ള നിർമ്മാണം പോലെയാണ്. നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണുന്നത് വല്ലതും എണീറ്റിരിക്കുമ്പോൾ കാണാൻ പറ്റുമോ? പക്ഷെ എല്ലാം മനസ്സുണ്ടാക്കിയതല്ലേ. ആ സ്വപ്നം കാണുന്ന സമയത്ത് അത് സ്വപ്നമല്ലല്ലോ, അത് ഉണർവ് പോലെയുള്ള ഒരു അനുഭവമാണ്. അതിൽ നിന്ന് ഉണരുമ്പോഴാണത് സ്വപ്നമായിത്തീരുന്നത്. അപ്പോൾ സ്വപ്നത്തിൽ മനസ്സ് രചിച്ച വസ്തുക്കളൊക്കെ സ്വപ്നാവസ്ഥയിൽ സ്ഥൂല വസ്തുക്കൾ തന്നെയാണ്. എണീറ്റ് നോക്കുമ്പോഴോ ഒരൊറ്റെണ്ണം അവിടെ ഇല്ല. എന്താ കാരണം? സൂക്ഷ്മ മനസ്സ് രചിച്ചതാണ്. സൂക്ഷ്മ മനസ്സിൽ നിന്ന് സ്ഥൂല വസ്തുക്കൾ ഒരിക്കലും ഉണ്ടാവില്ല. എന്നാൽ ഈ സ്ഥൂല വസ്തുക്കൾ നാം അനുഭവിക്കുന്നില്ലേ, കാണപ്പെടുന്നില്ലേ ചോദിച്ചാൽ ഉണ്ട് താനും. അതാണ് അതിന് മായ എന്ന് പറയണത്. എന്താണ് മായ? കാരണം കണ്ടുപിടിച്ച് സമർത്ഥിക്കാൻ പറ്റാത്തതെന്തോ അതാണ് മായ. കാര്യകാരണങ്ങൾ വെച്ച് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് നമുക്കത് സമർത്ഥിക്കാൻ സാധിക്കുന്നില്ല.
കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കാണുന്നുണ്ട്, പരിശോധിച്ച് നോക്കിയാൽ ഇല്ല. ഇന്നലെ ഞാൻ എന്താ പറഞ്ഞേ? മരുഭൂമിയിൽ നടക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ നല്ലോണം തോന്നുന്നുണ്ട്. അവിടെ മൃഗദൃഷ്ടിക നല്ല വെള്ളം ഉണ്ടെന്ന് കണ്ണ് ഭംഗിയായിട്ട് പറയണു, വൃത്തിയായിട്ട് പറയണു. അടുത്ത് ചെല്ലുമ്പോൾ ഒരു തുള്ളി വെള്ളം അവിടെ ഇല്ല. കണ്ണുകൊണ്ട് കണ്ടപ്പോൾ അത് ശരിയായിരുന്നില്ലേ? ഒറ്റ ആൾ മിണ്ടില്ല. കണ്ണുകൊണ്ട് കണ്ടപ്പോൾ അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ലേ? അവിടെ ചെല്ലുമ്പോഴോ അതെങ്ങനെയത്? അതാണത് മായ. അങ്ങനെ ഒന്നും ഉണ്ടാവുമോ ചോദിച്ചാൽ ഉണ്ടാവും. അതാണല്ലോ സ്വപ്നം. സ്വപ്നത്തിൽ നിങ്ങൾക്കൊരു വീടുണ്ട്, പുതിയൊരു ശരീരമുണ്ട്, നിങ്ങൾ യാത്ര ചെയ്യണു, പ്ലെയിൻ, വണ്ടി, കപ്പൽ, തൊപ്പൽ, എന്തൊക്കെയുണ്ട്, സർവ്വതും ഉണ്ട് അവിടെ. ഒക്കെ മനസ്സ് രചിച്ചതാ, നിങ്ങൾ അനുഭവിക്കണമുണ്ട്. ചിലപ്പോൾ നരിയോ പുലിയോ കണ്ട് മേല് ചാടിയെന്ന് പറഞ്ഞ് ഓ എന്ന് പറഞ്ഞ് കരയും ചെയ്യും. എണീറ്റ് നോക്കുമ്പോൾ അവിടെ പുലിയില്ല, നരിയില്ല, നായുമില്ല. അതെങ്ങനെയത്? അതാണ് ഇവിടെ പറയുന്നത്. നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാമനോമയം. ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങനെയാ. ഇതിലെന്ത് നടക്കും? ഇതപ്പോൾ അടുത്ത കാലത്ത് നമുക്ക് ഉണ്ടായത് എന്താ? പെട്ടെന്നൊരു കൊടുങ്കാറ്റ്. എവിടുന്ന് വന്നു ആർക്കറിയാം? ഇനി എത്ര കൊടുങ്കാറ്റുണ്ടാവും പറയാൻ പറ്റില്ല. 7500 കിലോമീറ്ററാണ് നമുക്ക് കടൽ തീരം. അപ്പം കടലിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഭാരതം, ഇന്ത്യ രാജ്യം. ആ രാജ്യത്തിലാണ് നമ്മൾ അധിവസിക്കുന്നത്. കടലാണ് ഭൂമിയേക്കാൾ 3 ഇരട്ടി വലിപ്പം. ആ കടലിലുള്ള ക്ഷോഭങ്ങളും വിക്ഷോഭങ്ങളുമെല്ലാം നമ്മുടെ ഭൂപ്രദേശത്തെ ബാധിക്കും. അപ്പോൾ എന്ത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടായി എന്ന് പറഞ്ഞ് ക്രമത്തിലധികം സങ്കടപ്പെടാനില്ല. നമ്മുടെ ഭൂമി അതിന് വിധേയമാണ്. നമ്മുടെ മാതൃരാജ്യം അതിന് വിധേയമാണ്. ലോകത്തിൽ 10 രാജ്യങ്ങളുള്ളതിൽ ഒരെണ്ണമാണ് ഇന്ത്യ. നാച്ചുറൽ കലാമിറ്റീസ്, അതിന് വേഗറീസ് ഓഫ് നേച്ചർ, അതിന് വിധേയമാണ് നമ്മുടെ രാജ്യം. അത് മനസ്സിലാക്കി ഇവിടെ ജീവിക്കുക. ജപ്പാനിൽ ധാരാളം അഗ്നിപർവ്വതങ്ങളുണ്ടല്ലോ, അത് പൊട്ടാറുണ്ടല്ലോ. എന്നാലും ജപ്പാനിലുള്ള അധിവാസികൾ അത് വിട്ടുപോയിട്ടില്ലല്ലോ. അതേമാതിരി നമ്മൾ കൊടുങ്കാറ്റിനും പേമാരിക്കും വരൾച്ചയ്ക്കും ഭൂമി കുലുക്കത്തിനും എല്ലാം തയ്യാറാവണം. എങ്ങാനും ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു ബഹളവും കൂട്ടണ്ട. അനന്തരം അതിനുള്ള പരിഹാരമോ നിവാരണമോ എന്തുണ്ടോ അതിനു വേണ്ടി പരിശ്രമിക്കുക. എല്ലാവരും അതിനു വേണ്ടി പണവും സഹായവുമായി എത്തിക്കുക. ആ കെടുതികളൊക്കെ പെട്ടെന്ന് നമുക്ക് തീർത്തെടുക്കണം. അങ്ങനെ ജീവിക്കാൻ പഠിക്കുകയാണ് കൂട്ടരെ വേണ്ടത്. ലോകം നമുക്ക് വേണ്ടി മാറാൻ പോകുന്നില്ല. നാം ലോകത്തെക്കുറിച്ച് കൂടുതൽ ഉദ്ബുദ്ധരായി അതിൽ ജീവിക്കാനുള്ള പഠിപ്പും കൗശലവും വളർത്തിയെടുക്കുകയാണ് നമുക്ക് ആവശ്യം. ഈ ലോകത്തിൽ എന്ത് നടന്നാലും അയ്യത്തട എന്ന് നിങ്ങൾ പറയരുത്. പറയോ നിങ്ങൾ? അയ്യത്തട എന്ന് പറയരുത്. അങ്ങനെ ഒരു അട നമുക്ക് വേണ്ട. നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാമനോമയം. എന്താണ് ഇവിടെ താമസിക്കുമ്പോൾ വിഷമം? പുംസോ അയുക്തസ്യ നാനാർത്ഥോ ഭ്രമസ്സ ഗുണദോഷഭാഗ് കർമാകർമ്മ വികർമ്മേതി ഗുണദോഷധിയോ ഭിദ. ഇത് 8ാമത്തെ ശ്ലോകമാണ്. കൃഷ്ണൻ ആദ്യമായി ഉദ്ധവനെ പറഞ്ഞു ധരിപ്പിക്കുന്നതാണ്. പുംസോ അയുക്തസ്യ നാനാർത്ഥോ ഭ്രമഃ സ ഗുണദോഷഭാഗ്. മനുഷ്യന് ഈ ലോകത്തിൽ എത്രത്തോളം കാലമാണ് വിഷമം, ഗുണം ദോഷം എങ്ങനെയുള്ള ആലോചനയും ഗുണദോഷങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തയും ദോഷം പിടിപെടുമോ എന്നുള്ള ഭയവും അതിലെ ആക്രാന്തതയും ഇതൊക്കെ എതുവരെ എന്ന് ചോദിച്ചാൽ പുംസഃ അയുക്തസ്യ നാനാർത്ഥഃ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ കൂട്ടരെ? അയുക്തനായ പുരുഷനാണ് ഇവിടെ നാനാർത്ഥമുള്ളത് എന്ന്. നാനാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? അനവധി എന്നുള്ള നില, അനേകത്വം. ഇവിടെ അനേകം വസ്തുക്കളുണ്ടെന്ന് ആരാ പറയുക? ആർക്കാണ് ഉള്ളത്? അയുക്തസ്യ പുംസഃ. അയുക്തസ്യ പുംസഃ. ഒരു വേണ്ടതുപോലെയുള്ള ഒരു ക്രോഡീകരണം, ഒരു ഇൻറ്റഗ്രേഷൻ ഇല്ലാത്ത മനുഷ്യനാണ് ഇവിടെ നാനാത്വമുള്ളത്. ഇവിടെ വാസ്തവത്തിലുള്ളത് ഒരൊറ്റ എണ്ണേ ഉള്ളൂ, ദ്രഷ്ടാവ്, കാണുന്നവൻ. ആ കാണുന്നവൻ്റെ പ്രകടനമാണ് കാണൽ. കാണലിൻ്റെ പരിണതഫലമാണ് കാഴ്ച. കാണുന്നവനല്ലാതെ ഇവിടെ ഒരു കാഴ്ചയില്ല. എല്ലാം ഒന്ന് തന്നെ. അത് സമ്മതിക്കണില്ല ഈ ഇന്ദ്രിയങ്ങളുള്ളത് കൊണ്ട്. ആ ഇന്ദ്രിയങ്ങൾ നമ്മളിൽ പല വിധത്തിലുള്ള വിക്ഷോഭങ്ങൾ രചിക്കുന്നത് കൊണ്ടാണ്
നമുക്കിവിടെ വസ്തുദർശനം അനേകമാവുന്നതും തന്മൂലം നമുക്ക് ഭ്രമമുണ്ടാകുന്നതും ആ ഭ്രമത്തിൽ നിന്ന് ഗുണദോഷഭാഗ്, ഗുണം ദോഷം എന്നുള്ള വിഭജനത്തിന്, എന്നുള്ള ദൃഷ്ടിഭേദത്തിന് നാം പാത്രമായി തീരണു. നന്മ തിന്മ എന്നങ്ങോട്ട് തരംതിരിച്ചു, പുണ്യം പാപം എന്നിങ്ങനെ തരംതിരിച്ചു. ആ പുണ്യപാപങ്ങൾ തരംതിരിച്ച് ഇത് പാപം അത് പുണ്യം എന്ന് പറഞ്ഞു. അയ്യോ പാപം പിടിപെട്ടുല്ലോ, പോവാൻ എന്താ വഴി? ഇതൊക്കെ നമുക്ക് തോന്നണത് ഈ അയുക്തത്വമുള്ളത് കൊണ്ടാണ്. ഈശ്വരനെ ഭജിച്ച് ഈശ്വരൻ്റേത് മാത്രമാണ് ലോകം, ഈശ്വരൻ മാത്രമേ സത്യമുള്ളൂ, അദ്ദേഹത്തിൻ്റെ പരിലസനമാണ് ബാക്കിയെല്ലാം. പരിലസനം എന്തോ ആയിക്കോട്ടെ, അതിലുള്ള സത്താവിശേഷം ഈശ്വരൻ മാത്രം. അതൊന്നായതുകൊണ്ട് ആ ഈശ്വരനെ എനിക്ക് ഭയപ്പെടേണ്ടതില്ല, ഞാൻ ആ ഈശ്വരനിൽ നിന്ന് അകന്നിട്ടില്ല, എനിക്ക് രണ്ടാമത് കൂടിച്ചേരാനുമില്ല. ഈശ്വരനാൽ വലയം ചെയ്യപ്പെട്ടവനാണ് ഞാൻ, ഈശ്വരനാൽ വ്യാപ്തമാണ് ഞാൻ എന്നിങ്ങനെയുള്ള ഒരു തോന്നൽ മനസ്സിൽ വരുമ്പോൾ സർവഭ്രമങ്ങളും പോയി അസ്തമിച്ച് മനസ്സ് ശുദ്ധമണ്ഡലമാവും. ഗുണദോഷങ്ങൾക്ക് വിധേയമായാൽ കർമാകർമ്മ വികർമ്മേതി, കർമ്മം അകർമ്മം വികർമ്മം, ശരിയായ കർമ്മം എന്ത്, കർമ്മം ചെയ്യായിക എന്ത്, നിഷിദ്ധമായിരിക്കുന്ന കർമ്മം എന്ത്, ഇങ്ങനെയുള്ള ഭ്രമങ്ങളും വിഭജന ചിന്തകളും ഒക്കെ മനസ്സിൽ വരികയായി. ഗുണദോഷധിയോഭിധ, ഗുണം ദോഷം എന്ന് തരംതിരിക്കുന്ന ആ വ്യത്യാസ ബുദ്ധിയുണ്ടല്ലോ, ആ വ്യത്യാസ ബുദ്ധിയാണ് നമുക്കുള്ള തകരാറ് മുഴുവനും. ഈ വ്യത്യാസ ബുദ്ധി ഇല്ലാതെ എല്ലാം ഒന്നായിത്തീരുന്ന ഒരു നിലയുണ്ട്. അതാണ് പ്രഹ്ലാദൻ പറയണത്, ഏകാന്ത ഭക്തിർ ഗോവിന്ദേ യത് സർവത്ര തദീക്ഷണം. ഏതാവാനേവ ലോകേസ്മിൻ പുംസസ്വാർത്ഥ പരസ്മൃതഃ. ആ കൊച്ചുകുട്ടി പറയാണ്, ഏതാവാനേവ ലോകേസ്മിൻ പുംസസ്വാർത്ഥ പരസ്മൃതഃ. ഈ ലോകത്തിൽ ഇത് മാത്രമാണ് നമുക്കുള്ള പരമപുരുഷാർത്ഥം, നമുക്ക് കിട്ടാനുള്ളത്. ദി എക്സ്ട്രീം ആൻഡ് ദ അൾട്ടിമേറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ഓർ അൾട്ടിമേറ്റ് ഓബ്ജക്റ്റ് ഓഫ് പെർസ്യൂട്ട് humanity has is only this much, he says. ഇത് മാത്രമാണ് നമുക്ക് അൾട്ടിമേറ്റായി അന്തിമമായിരിക്കുന്ന പുരുഷാർത്ഥം. എന്ത്? പുംസസ്വാർത്ഥ പരസ്മൃതഃ ഏകാന്ത ഭക്തിർ ഗോവിന്ദേ, ഗോവിന്ദനിൽ ഏകാന്തമായിരിക്കുന്ന ഭക്തി. ഗോവിന്ദൻ 3 അക്ഷരേ ഉള്ളൂ. ആ ഗോവിന്ദനിൽ നിങ്ങളുടെ മനസ്സിൽ ഏകാന്തമായിരിക്കുന്ന ഭക്തി ഉണ്ടാവണം. എന്താ സ്വാമിജി, എന്താ പ്രഹ്ലാദ ഈ ഏകാന്ത ഭക്തി എന്ന് ചോദിച്ചാൽ, യത് സർവത്ര തദീക്ഷണം. ആ ഗോവിന്ദനെ എല്ലാ ദിക്കിലും ഗോവിന്ദനായി 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 കാണുക. ഇതിനിപ്പോൾ എന്താ അത്ര വലിയ വിഷമം ഒന്ന് പറയും? ആരാ നിങ്ങളുടെ കഴുത്ത് പിടിച്ച് ഞെക്കണത് പാടില്ല എന്ന് പറഞ്ഞ്? നിങ്ങൾക്ക് ഈശ്വര വിശ്വാസമില്ലേ? ഉണ്ട്. ക്ഷേത്രത്തിൽ പോവാറില്ലേ? ഉണ്ട്. വിളക്ക് കൊളുത്താറില്ലേ? ഉണ്ട്. പടം വയ്ക്കാറില്ലേ? ഉണ്ട്. ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആർക്ക് വേണ്ടി? ഭഗവാന് വേണ്ടി. ആ ഭഗവാനെ വിളക്കിൽ മാത്രം കാണാതെ വിളക്കിലെന്ന പോലെ എല്ലായിടത്തും കാണൂ. എത്ര അനായാസമാവും നമ്മുടെ ജീവിതം. യാതൊന്നു കാൺകിലതു നാരായണ പ്രതിഭ, യാതൊന്നു കേൾക്കിലതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്കിലതു നാരായണാർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരി നാരായണായ നമഃ. എന്താ കൂട്ടരെ ഇതിന് വിഷമം? എന്താ ഇതിന് വിഷമം? ഞാനൊന്ന് ചോദിക്കട്ടെ. ഒരു ശ്രീകോവിലിൻ്റെ ഗർഭഗൃഹത്ത് നോക്കി വിളക്കോ ബിംബമോ കണ്ടാൽ ഭഗവത് ബോധം നിങ്ങൾക്ക് വരുമെങ്കിൽ, ഈ ലോകത്തിലെ എല്ലായിടത്തും നോക്കി അതുപോലെ ഭഗവാനാണെന്ന് തോന്നി തുടങ്ങട്ടെ. എന്താ അതിന് വിഷമം? എന്ന് തുടങ്ങിയതായി ഈ ക്ഷേത്ര ദർശനം കൊല്ലങ്ങളും ദശാബ്ദങ്ങളും ആയില്ലേ? അവിടെ ഒരു കല്ലിൽ ദൈവത്തെ കാണാമെങ്കിൽ ആ കല്ലെടുത്ത പാറയിൽ കാണണ്ടേ? പാറയുള്ള ഭൂമിയിൽ കാണണ്ടേ? ഭൂമണ്ഡലമുള്ള വിശ്വകോശത്തിൽ കാണണ്ടേ? ഏകാന്ത ഭക്തിർ ഗോവിന്ദേ യത് സർവത്ര തദീക്ഷണം. അതുകൊണ്ട് എന്തു വേണം ഉദ്ധവ? തസ്മാത് യുക്തേന്ദ്രിയഗ്രാമോ യുക്തചിത്ത ഇദം ജഗത് ആത്മനി ഈക്ഷസ്വ വിതതം ആത്മാനം മയ്യധീശ്വരേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? തസ്മാത്, അതുകൊണ്ട് എന്തു വേണം? യുക്തേന്ദ്രിയഗ്രാമോ,
എല്ലാം കൂടി ശരീരത്തിൽ 5 ഇന്ദ്രിയങ്ങളാണ്. ആ 5 ഇന്ദ്രിയങ്ങളെയും ഒരുപോലെ ചൊട്പിടിക്ക് നിർത്തുക. കുത്തഴിഞ്ഞ് ഒന്നിനെയും വിടരുത്. നിങ്ങൾ കണ്ണിനെ മാത്രം ശ്രദ്ധിക്കരുത്, കണ്ണിൽ മാത്രം തത്പരരുമാവരുത്. കണ്ണുപോലെ കാത്, രണ്ടും പോലെ മൂക്ക്, അതുപോലെ നാവ്, അതുപോലെ ത്വക്ക്. ഈ ഇന്ദ്രിയങ്ങളെ എല്ലാറ്റിനെയും ഒരുപോലെ യുക്തമാക്കി നിർത്തുക, നല്ല ചേർച്ചയോടെ സംഗ്രഥിതമാക്കി നിർത്തുക. തസ്മാത് യുക്തേന്ദ്രിയഗ്രാമോ യുക്തചിത്ത, മനസ്സിനെയും യുക്തമാക്കുക. എത്ര ആളാണ് എന്നോട് വന്ന് പറയണേ, സ്വാമിജി എന്താ ധ്യാനിക്കാനിരിക്കുമ്പോൾ വന്നു മനസ്സിൽ പല വിചാരവും. പിന്നെ നിങ്ങൾ എന്താ പറയണേ, മനസ്സിൽ ഒരു വിചാരമേ വരാൻ പാടുള്ളൂ എന്ന്. അങ്ങനെ വന്നാൽ പിന്നെ നിങ്ങൾക്ക് വീട്ടിലിരിക്കാൻ പറ്റുമോ? വീട്ടുകാർ വന്ന് ചോദിച്ചു, അതേ കൃഷ്ണ 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 കൃഷ്ണ, ഇങ്ങോട്ട് വരണില്ലേ കൃഷ്ണ 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 കൃഷ്ണ. അങ്ങനെ ഒരു ഭർത്താവിനെ ആർക്കെങ്കിലും വേണോ? അങ്ങനെ ഒരു കുട്ടിയെ വല്ലവർക്കും വേണം? മനസ്സിൽ പല വിധത്തിലുള്ള വിചാരങ്ങളുണ്ടാവും. ആ വിചാരങ്ങൾ നിങ്ങൾക്ക് ശത്രുക്കളല്ല. ആ വിചാരങ്ങളെല്ലാം ഒരുപോലെ മനഃസൃഷ്ടികളാണ്, ചേതനാമയങ്ങളാണെന്ന് പറഞ്ഞ് ആ വിചാരങ്ങളെ സംബന്ധിച്ച ഭേദബുദ്ധി, വ്യത്യാസബുദ്ധി മനസ്സിൽ നിന്ന് മാറ്റി ബോർഡിൽ ഞാൻ രാമൻ എഴുതി വെളുത്ത ചോക്കുകൊണ്ട്, തൊട്ടടുത്ത് രാവണൻ എന്നെഴുതി. നിങ്ങൾ എന്നോട് പറയൂ, ഈ രണ്ടും എഴുതിയത് കൊണ്ട് ചോക്കിനോ ബോർഡിനോ വ്യത്യാസം വന്നിട്ടുണ്ടോ? ആരും പറയില്ല. ഇവിടെ ഉറുമ്പ് വരുന്നുണ്ടല്ലോപ്പാ, അതിലും കേൾക്കണം ഭാഗവതം. ആയിക്കോട്ടെ, പുളിയുറുമ്പ നോക്കൂ. രാമൻ എഴുതി, രാവണൻ എഴുതി. എപ്പോഴും നിങ്ങൾ രാമൻ എഴുതിയ ആ എഴുത്ത് കണ്ടിട്ട് രാമനെ പറ്റി ചിന്തിക്കും, രാവണനെ പറ്റി ചിന്തിക്കും. ഞാൻ പറയണു, രണ്ടും എഴുതിയത് ഒരേ ബോർഡിലാണ്, ഒരേ ചോക്ക് കൊണ്ടാണ്. രണ്ടിലും നിങ്ങൾ കാണുന്നത് വെളുപ്പ് നിറമാണ്. ഇങ്ങനെ നോക്കിയാൽ ആ രാമശബ്ദത്തിനും രാവണ ശബ്ദത്തിനും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഒന്ന് ഉറപ്പിച്ച് പറയും. 2 ആൾ പറയും. അപ്പം പിന്നെ ഞാൻ ആ 2 ആൾക്കാണ് സംസാരിക്കണേ. അങ്ങനെ കാണാൻ പഠിക്കൂ. അപ്പം അത് മനസ്സിൽ നിന്ന് വരുന്നതാണ് സർവ്വചിന്തകളും. എല്ലാ ചിന്തകളിലും ഒരേ മനസ്സാണ് പ്രകടമാകുന്നത്. ആ മനസ്ത്വം എന്ന് പറയുന്ന ഘടകം എല്ലാ ചിന്തകളിലും ഒരുപോലെയാണ്. അതുമാതിരി ഒരേ ഈശ്വരൻ, ഒരേ പരമാത്മാ, ഒരേ പരബ്രഹ്മമാണ് ഇവിടെ പ്രകടമാകുന്നത് മുഴുവനും എന്ന് വിചാരിച്ച് ആ ഒന്നിനെ എല്ലാ ദിക്കിലും നിങ്ങൾ കണ്ടു തുടങ്ങൂ. അപ്പം എന്തുണ്ടാവും? ആത്മനി ഈക്ഷസ്വവിതതം. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും പരിലസിക്കുന്നത് എവിടെയാ? തൊലിക്ക് പുറമെയാണോ അതോ തൊലിയുടെ ഉള്ളിൽ മനസ്സിലോ? നിങ്ങൾക്കുണ്ടാവുന്ന അനുഭവങ്ങളൊക്കെ എവിടെയാ? നമ്മുടെ കുട്ടിയെ മടിയിൽ വെച്ച് ലാളിക്കുന്ന സമയത്ത് കുട്ടി എൻ്റെ മടിയിലുണ്ട് എന്നുള്ളത് ത്വക്കും കണ്ണും കൂടി നിങ്ങൾക്ക് തരുന്ന ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് തൊലിയില്ല, കണ്ണുമില്ല എന്ന് വെച്ചാൽ കുട്ടി മടിയിലിരിക്കുമ്പോൾ നിങ്ങൾ അറിയില്ല ആ കുട്ടി എൻ്റെ മടിയിലുണ്ടെന്ന്. ഈ ഇന്ദ്രിയങ്ങളെ ഉണ്ടാക്കിയത് മനസ്സാണ്. അതിനുള്ള അനുഭവങ്ങൾ രചിക്കുന്നത് മനസ്സാണ്. അനുഭവിക്കുന്നത് മനസ്തലത്തിലാണ്, ഇന്ദ്രിയ തലത്തിലല്ല. അപ്പം ആ മനസ്തലത്തിലാണ്. തസ്മാത് യുക്തേന്ദ്രിയഗ്രാമോ യുക്തചിത്ത ഇദം ജഗത് ആത്മനി ഈക്ഷസ്വവിതതം. ഇത് മുഴുവനും നിങ്ങൾ ആത്മതലത്തിലുള്ള ദർശനങ്ങളാണെന്ന് മനസ്സിലാക്കൂ. വിതതം അവിടെ അങ്ങോട്ട് വിസ്തൃതമായി കിടക്കുന്നതാണ്. ശരീരം പരിമിതമാണ്. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സ് ചേതനാമയമാണ്. ആ ചേതനാതലം ശരീരത്തെപ്പോലെ പരിമിതമല്ല. ഈ ആകാശത്തെ മുഴുവനും കണ്ട് അതിൻ്റെ വ്യാപ്തി നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഈ ആകാശത്തിൻ്റെ ഒരു പ്രതിഫലനം നടക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. അപ്പം ആകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതായ മനസ്സ് ആകാശത്തെ പോലെ വ്യാപകമോ അതോ പരിമിതമോ? ഒന്ന് പറയുന്നപ്പ. ആകാശത്തെ പോലെ വ്യാപകമാണ്. ഇത് മനസ്സിലാക്കാനാണ് ബുദ്ധി. അതിനാണ് മനുഷ്യജന്മം. മൃഗങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല, ഒട്ടും ആവശ്യവുമില്ല. മനുഷ്യനിത് മനസ്സിലാക്കാതെ പറ്റൂല.
മനസ്സിലാക്കുന്നത് വരെ വിഷമം തന്നെ, ദുരിതം തന്നെ, കഷ്ടം തന്നെ, ആക്ഷേപം വിക്ഷേപം ഒക്കെ ഉണ്ടാവും അവിടെ. ആത്മനി ഈക്ഷസ്വ വിതതം ആത്മാനം മയ്യധീശ്വരേ. ആ ആത്മാ ആത്മാ എന്ന് പറയുന്നത് അത് ആണ് അധീശ്വരനായ ഞാൻ. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഉദ്ധവൻ്റെ മനസ്സിലാണ് പരിലസിക്കുന്നത്. മനസ്സ് വിട്ടാൽ ഇതിനൊരു ആധാരമില്ല, ഇതിനൊരു അധിഷ്ഠാനമില്ല, ഇതിന് യാതൊരു താങ്ങും തണലുമില്ല. സ്വപ്നം എങ്ങനെ മനസ്സ് സൃഷ്ടിക്കുന്നുവോ അതുപോലെ മനസ്സ് തന്നെയാണ് ജാഗ്രതയിലുള്ള പ്രപഞ്ചത്തെയും സൃഷ്ടിക്കുന്നത്. തസ്മാത് യുക്തേന്ദ്രിയഗ്രാമോ യുക്തചിത്ത ഇദം ജഗത് ആത്മനീക്ഷസ്വ വിതതം ആത്മാനം മയ്യധീശ്വരേ. ഇത്രയും പറഞ്ഞ് ഉദ്ധവനോട് പൊക്കോളൂ, എന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാ സ്ഥലവും ഒരുപോലെ കണ്ടുകൊണ്ട് കൂടൂ. കൃഷ്ണനോടുകൂടി ഇത്ര കാലം ശാരീരിക സംസർഗത്തിൽ ജീവിച്ചു. കൃഷ്ണനിതാ പോകുന്നു. പോക്ക് നിർത്താൻ പറ്റില്ല. ഉദ്ധവനെ കൂടുതൽ കൂടെ കൊണ്ടുപോകാനും പറ്റില്ല. അപ്പം എന്തു വേണം? കൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉദ്ധവ വിട്ട് കൃഷ്ണനെ മനസ്സിൽ നിർത്തി കൃഷ്ണമയമായി ജഗത്തിനെ മുഴുവൻ കാണൂ. ഇത്രയും കാലം എൻ്റെ കൂടെ കഴിഞ്ഞില്ലേ? ഞാനിതാ പറയുന്നു, എല്ലാ ദിക്കിലും എന്നെ കണ്ട് ഞാൻമയമായി തീർന്ന് കഴിഞ്ഞുകൂടൂന്ന്. അപ്പോഴാണ് പറയണത്, പാവം അങ്ങ് ഈ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണില്ല, അതുകൊണ്ട് എൻ്റെ ഉപദേഷ്ടാവായി തീർന്ന് എന്നെ ഉപദേശിക്കൂന്ന്. സോഹം മമാഹമിതി മൂഢമതിർവിഗാഢ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ജസാനുഗതിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുഷാധിഭൃത്യം. അങ്ങേപ്പോലെ ഒരു ഉപദേഷ്ടാവിനെ എനിക്ക് കാണാൻ സാധിക്കില്ല. എൻ്റെ ഉള്ളിൽ ശരീരമാണ് ഞാൻ എന്നൊരു ബോധം അത് വിട്ടുപോകുന്നില്ല. ശരീരവിലക്ഷണമായ ആ ദേഹിയെക്കുറിച്ച് മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നില്ല. ദേഹബന്ധത്തിലും രക്തബന്ധത്തിലും വിവാഹബന്ധത്തിലും പെട്ട് ഉഴലുകയാണ് എൻ്റെ മനസ്സ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് അതൊക്കെ ഒന്ന് തുടച്ച് വെടുപ്പാക്കി അങ്ങ് പറഞ്ഞത് പറയുന്ന മാതിരി അനുഷ്ഠിക്കാൻ സാധിക്കണം, അതിനുള്ള ഉപദേശം തരൂ എന്ന് പറഞ്ഞപ്പോൾ ആ ഉപദേശത്തിൻ്റെ തുടക്കത്തിലാണ് ഇതൊക്കെ പറയുന്നത്. 13-ാമത്തെ അധ്യായത്തിൽ ഹംസഗീത എന്നൊരു ഗീതയുണ്ട്. അതിൽ കൃഷ്ണൻ പറയുകയാണ്, സനകാദികളെല്ലാവരും കൂടി ബ്രഹ്മാവിനോടൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റിയില്ല. ഇന്ദ്രിയങ്ങൾ ലോകവസ്തുക്കളിൽ ആകൃഷ്ടമാണ്, ലോകവസ്തുക്കളോ ഇന്ദ്രിയങ്ങളെയും ആകർഷിക്കുന്നു. ഇവർക്ക് പരസ്പരമുള്ളതാണ് ആകർഷണം. ഇതിൽ നിന്നൊരു വിരാമം കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ബ്രഹ്മാവിന് പോലും മറുപടി പറയാൻ പറ്റിയില്ല. അപ്പോൾ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ഒന്ന് ആലോചിച്ചപ്പോൾ ഈ പ്രതിസന്ധി തീർക്കണമല്ലോ, നമ്മുടെ കുട്ടികളല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? മഹാവിഷ്ണു ശ്രീഹരി തന്നെ ഒരരയന്നത്തിൻ്റെ രൂപത്തിൽ അവിടെ ഭംഗിയായി നടന്നു വന്നു. അരയന്നത്തിൻ്റെ നട വളരെ വിശേഷമാണ്. അവിടെ വന്നപ്പോൾ കോ ഭവാൻ എന്നൊരു ചോദ്യം ഇവരെല്ലാവരും കൂടി ചോദിച്ചു. ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ അരയന്നം പെട്ടെന്ന് എങ്ങനെയാണ് ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി ഈ സദസ്സിൽ ഇറങ്ങി കയറി വന്നിരിക്കുന്നത്? കോ ഭവാൻ എന്ന് ചോദിച്ചപ്പോൾ അരയന്നം മറുപടി പറയാൻ പറഞ്ഞു. നിങ്ങൾ ആരോടാ ചോദിക്കണത് കോ ഭവാൻ? ശരീരമാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനെ പോലെ പഞ്ചഭൂതങ്ങളാണ്. ഇനി ശരീരത്തിലുള്ള ജീവനാണെങ്കിലോ നിങ്ങളുടെ ജീവനും എൻ്റെ ജീവനും തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഈ ചോദ്യം എന്തിനെ സംബന്ധിച്ച ചോദ്യമാണ്? ദേഹത്തെ സംബന്ധിച്ചോ അതോ ദേഹിയെ സംബന്ധിച്ചോ? രണ്ടും ആവാൻ തരമില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഈ ഒരു ചോദ്യം അങ്ങോട്ട് എടുത്തിട്ടപ്പോൾ എല്ലാവരും ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ ആ അരയന്നം ഉപദേശിച്ച ഭാഗമാണ് ഈ ഹംസഗീത. ഞാനിതൊക്കെ പറയുന്നത് മനോമയം എന്നുള്ളതിനെ പറ്റി ഭാഗവതത്തിൻ്റെ മൊഴി അതാണെന്ന് പറയാനാണ്. ഈ ക്ഷേതവിഭ്രമമിതം മനസോ വിലാസം ദൃഷ്ടം വിനഷ്ടമതിലോലമലാതചക്രം വിജ്ഞാനമേകമുരുധേവ വിഭാതിമായ സ്വപ്നസ്തൃത ഗുണവിസർഗകൃതോ വികൽപ്പ. അതെ, ഞാനീ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവണുണ്ടോ? നിങ്ങൾ പറയണത് വിശ്വസിക്കാമോ? ശരി. ഈ ക്ഷേതവിഭ്രമമിതം മനസോ വിലാസം. നോക്കൂ, ഈ ക്ഷേത കാണൂ, കണ്ടു പഠിക്കൂ.
വിഭ്രമമിതം, ഈ കാണുന്നത് മുഴുവൻ വിഭ്രമമാണ്. എന്തിൻ്റെ? മനസ്സോ വിലാസം, നമ്മുടെ മനസ്സ് രചിക്കുന്ന വിഭ്രമമാണ് ഈ കാണുന്നത് മുഴുവനും. മനസ്സ് സൂക്ഷ്മമാണ്. സൂക്ഷ്മ മനസ്സിന് ഒരു സ്ഥൂല വസ്തു ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. സ്ഥൂലത്തിൽ നിന്നേ സ്ഥൂലം ഉണ്ടാവുള്ളൂ. നമ്മൾ അനുഭവിക്കുന്ന എല്ലാം തന്നെ മനസ്സിലുള്ള അനുഭവമാണ്. ഇപ്പം ഞാനൊരു ആനയെ കാണുമ്പോൾ ആനയെ കാണുന്നില്ല. കണ്ണുകൊണ്ട് ആന എന്ന് പറയുന്ന ആ വസ്തുവിനെ നോക്കണു വെളിച്ചമുള്ളപ്പോൾ. അപ്പോൾ പ്രകാശത്തിൻ്റെ കിരണങ്ങൾ ആന എന്ന് പറയുന്ന ആ ഖരവസ്തുവിൽ വീണ് അവിടുന്ന് അങ്ങോട്ട് പ്രതിബിംബിച്ച് കണ്ണിൻ്റെ ഉള്ളിൽ വന്നങ്ങോട്ട് തട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രതിഫലനം മനസ്സിലുണ്ടായി. ആ മനസ്സിൽ പ്രതിഫലിച്ച് കാണുന്ന ആനയാണ് ഞാൻ ആന എന്ന് പറയണതും അനുഭവിക്കുന്നതും. ഇത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ആന എവിടെയാണ്? ഏതാനയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്? മനസ്സ് രചിച്ച ആനയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. മനസ്സ് രചിക്കാത്തൊരു ആനയെപ്പറ്റി നമുക്കറിയില്ല. ആനയെ കണ്ടാൽ ഉടനെ കഴിഞ്ഞു പ്രകാശകിരണങ്ങൾ. ഇപ്പോൾ രാത്രിയാണ് ആനയെ നോക്കിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുമോ? എന്താ കാരണം? ആനയിൽ പ്രകാശകിരണങ്ങൾ ചെന്ന് തട്ടി പ്രതിഫലിച്ചോ പ്രതിബിംബിച്ചോ വന്ന് നിങ്ങളുടെ കോർണിയയിൽ തട്ടി ഉള്ളിൽ ഒരു പ്രതിഫലനം, ഒരു പ്രതിബിംബം, ഒരു പ്രതിച്ഛായ ഉണ്ടാകാൻ പറ്റുന്നില്ല. അതാണ് കുഴപ്പം. അപ്പം എപ്പോഴും നാം വസ്തുക്കളെ നോക്കി ഉണ്ടാവുന്ന അനുഭവമുണ്ടല്ലോ, ആ അനുഭവം ആന്തരമാണ്, മാനസമാണ്, സൂക്ഷ്മമാണ്. സ്ഥൂലവസ്തു ദർശനം ഒരിക്കലും നടക്കുന്നില്ല. അപ്പം പറയാണ് ഈക്ഷേത വിഭ്രമമിതം മനസോ വിലാസം. ഈ കാണുന്ന ദേശം, കാലം, വസ്തുക്കൾ, പരിണാമങ്ങൾ, പോക്ക്, വരവ് എല്ലാം തന്നെ ഒരു വിഭ്രമത്തിൽ നിന്ന് ജനിക്കുന്നതാണ്. മനസ്സിൻ്റെ പരിലസനമാണിത്. ദൃഷ്ടം, ഇത് കാണപ്പെടുന്നതാണ്. സ്വതന്ത്രമായൊരു നിലനിൽപ്പില്ല ഇതിന്. കാണുന്നവനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്, അല്ലാതെ ഇതിനൊരു നിലനിൽപ്പില്ല. വിനഷ്ടം, അതുപോലെ ഇത് നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിലോലം, വളരെ ലോലമാണ്, തുച്ഛമാണ്. അലാതചക്രം, ചുറ്റിത്തിരിയുന്ന തീപ്പന്തം പോലെയാണ്. ഒരു തീപ്പന്തം കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയാൽ നിങ്ങൾക്ക് വൃത്താകൃതിയിലുള്ള പ്രകാശം കാണാം. പക്ഷേ അവിടെ വൃത്തമുണ്ടോ? പ്രകാശത്തിൻ്റെ വൃത്തമുണ്ടോ? ഒരു പന്തം ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു വര പോലെയല്ലേ ഉള്ളൂ, പക്ഷേ നോക്കുമ്പോൾ ഒരു വൃത്തമുണ്ടല്ലോ. അതേപോലെയാണ് ഈ കാണുന്നത് മുഴുവനും. അലാതചക്രം. അലാതചക്രം എങ്ങനെ? അവസ്തുനിഷ്ഠമോ അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും വരുത്തി തീർക്കുന്ന കോലാഹലമാണ് ഇവിടെ മുഴുവനും. ഇതിന് അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ വിജ്ഞാനമേകമുരുധേവ വിഭാതി. ഭാഗവതമാണ് ഞാൻ പറയുന്നത് കേട്ടോ. വിജ്ഞാനമേകമുരുധേവ വിഭാതി. ഇവിടെ പ്രകാശിക്കുന്നത് മുഴുവൻ വിജ്ഞാനം. വിജ്ഞാനം വിജ്ഞാനം എന്ന് പറയുന്ന ദ്രവ്യവും ഊർജവും അല്ലാത്തതായ ആ ഉണർവ് ആ പ്രജ്ഞാരൂപത്തിലുള്ളത്. നമ്മുടെ ശരീരം സ്ഥൂലമാണ്. ആ സ്ഥൂല ശരീരത്തെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്നത് സ്ഥൂലവസ്തുവല്ല. സ്ഥൂലവും സൂക്ഷ്മവും രണ്ടുമല്ലാത്ത വിശേഷപ്പെട്ട ഒരു ഘടകമാണ്. അതിനെയാണ് നമ്മൾ ഉണർവ് എന്ന് പറയുന്നത്. ആ ഉണർവിനെ എങ്ങനെ ചിത്രീകരിക്കാമെന്ന് ചോദിച്ചാൽ മുണ്ടകോപനിഷത്തിൻ്റെ ഭാഷ എന്താ? അതിനെ ചിത്രീകരിക്കാൻ വിഷമമാണ്. എങ്ങനെയാണ് ചിത്രീകരിക്കുക? നാന്തഃപ്രജ്ഞം ന ബഹിഃപ്രജ്ഞം നോഭയതപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം നാപ്രജ്ഞം. ഇങ്ങനെയുള്ള കോൺഷ്യസ്നെസ് ഒന്നുമല്ലാതെ അദൃഷ്ടമവ്യവഹാര്യമഗ്രാഹ്യമലക്ഷണമചിന്യമവ്യപദേശ്യമേകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സാത്മാ സവിജ്ഞേയഃ. ഇതിന് മുമ്പിലത്തെ ദിവസം ഞാൻ പറഞ്ഞുവല്ലോ, ചതുർത്ഥം മന്യന്തേ. ജാഗ്രതുമല്ല, സ്വപ്നവുമല്ല, സുഷുപ്തിയുമല്ല. ഈ മൂന്നെണ്ണത്തിലും ഒരുപോലെ, ഒന്നുമല്ലാതെ എല്ലാറ്റിലും ഒരുപോലെ പ്രകാശിച്ചുകൊണ്ട് ഒന്നിനെ മറ്റൊന്നോടുകൂടി ഘടിപ്പിച്ചിരിക്കുന്ന നാലാമത്തെ ഘടകമായ ഞാൻ എന്ന ഉണർവാണത്. അതാണ് ആത്മാവ്.
ദൃഷ്ടം വിനഷ്ടമതിലോലമലാതചക്രം വിജ്ഞാനമേകമുരുധേവ വിഭാതിമായ. ഈ വിജ്ഞാനം, ഉണർവ് എന്ന് പറയുന്നത് എപ്പോഴും ഒന്നേ ഉള്ളൂ. നിങ്ങളുടെ ജാഗ്രത ഉണർവും സ്വപ്ന ഉണർവും സുഷുപ്തി ഉണർവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. എല്ലാറ്റിലുമുള്ള ഉണർവ് ഒന്ന് തന്നെയാണ്. ജാഗ്രതയിലുള്ള ഉണർവ് അനവധിയെ സൃഷ്ടിക്കുന്നു, പ്രതീതി ഉണ്ടാക്കുന്നു. സുഷുപ്തിയിലുള്ള ഉണർവ് എല്ലാറ്റിനെയും മാച്ചു കളഞ്ഞ് തന്നെപ്പോലും മറപ്പിക്കുന്നതാണത്. സ്വപ്നത്തിലോ ഈ സ്ഥൂല പ്രപഞ്ചത്തിൽ നിന്ന് വ്യത്യാസമുള്ള ഒരു ആന്തരമേഖലയിൽ ഒരു പുതിയ പ്രപഞ്ചത്തിൻ്റെ രചനയാണ് സ്വപ്നത്തിൽ നടക്കുന്നത്. ഇത് മൂന്നും നടത്തുന്നത് ഒരേ ഞാനാണ്. ഈ മൂന്നവസ്ഥകൾ വന്നു പോകുന്നു, അതിലുള്ള ഞാൻ വരുന്നുമില്ല പോകുന്നുമില്ല. ആ നാലാമത്തതാണ് വിഭാതിമായ സ്വപ്നസ്തൃത ഗുണവിസർഗകൃതോ വികൽപ്പ. ഗുണങ്ങൾ വരുത്തി തീർക്കുന്ന പ്രകാരഭേദങ്ങളാണിത് മുഴുവനും. ഈ പരബ്രഹ്മത്തിന് 3 ഭാവങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 എണ്ണം 33.33% സമമായിരിക്കുമ്പോൾ ഒന്നുമില്ല, അവിടെ ഒന്നും കാണാൻ പറ്റില്ല, കാണാനേ പറ്റില്ല. ആകാശത്തെ പോലെ അവ്യക്തം, അവ്യാകൃതം, പ്രധാനം അങ്ങനെ കിടക്കണു. അതിൽ പിന്നെ ഒരു ചലനം വരുമ്പോഴാണ് പ്രതികരണവും പ്രതിപ്രതികരണവുമായിട്ട് സ്ഥൂലരചനയൊക്കെ ഉണ്ടാവുന്നത്. അത് മുഴുവനും വിജ്ഞാനമേകമുരുധേവ, ഒറ്റ ഉണർവാണ് ഇങ്ങനെ പല വസ്തുക്കളുമായിട്ടുള്ള പ്രതീതി നമ്മളിൽ ജനിപ്പിക്കുന്നത്. ഇതിലേറെ ഇനി തെളിവ് എന്തു വേണം നമുക്ക്? എത്ര സർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. 2ാമത്തെ ശ്ലോകമാണ് ഇനി വളരെ വിശേഷപ്പെട്ടത്. ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. പ്രായോഗികമായിട്ടുള്ള ബന്ധമാണ് പറയുന്നത്. ശ്രീമദ് ഭാഗവതം കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്ത്? ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ. മനുഷ്യൻ ജീവിതം മുഴുവനും എന്തെല്ലാമാണോ ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തത് എന്തോ ധർമ്മം എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്താലാണ് നന്മയും ഉദ്ഗതിയും ഉണ്ടാവുക, നമുക്കും ബാക്കിയുള്ളവർക്കും വിശേഷപ്പെട്ട പ്രയോജനമുണ്ടാവുക, അതാണ് ധർമ്മം. നമ്മുടെ ജീവിതത്തെ നല്ലതിലും പൊല്ലാത്തതിലും സന്ധാരണം ചെയ്ത് നിൽക്കുന്നതിനാണ് ധർമ്മം എന്ന് പറയുക. ധാരണാത് ധർമ്മ ഇത്യാഹുഹു ധർമ്മോ ധാരയതി പ്രജാഹ. നല്ലതിലും ചീത്തയിലും ഒരുപോലെ നമ്മെ നിലനിർത്തുന്നു, സന്ധാരണം ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ധർമ്മശബ്ദം. ആ ധർമ്മത്തെ ഇവിടെ തൊലിയുരിച്ച് പ്രതിപാദിക്കണു ഞങ്ങൾ. ഒരു കുട്ടി, മുതിർന്നവൻ, പ്രായപൂർത്തി വന്നവൻ, വയസ്സായവൻ, ദമ്പതികൾ, സമാജം, ഭരണാധികാരി, ഇങ്ങനെ ആരാരെല്ലാം ഏതേത് തുറകളിൽ പ്രവർത്തിക്കുന്നുണ്ടോ അതിലൊക്കെയുള്ള ധർമ്മം വളരെ വ്യക്തമായി അനുശാസിക്കുന്നു ഞങ്ങൾ. അങ്ങനെ വ്യക്തമായി പ്രതിപാദിക്കുന്നതിൽ ശ്രീമദ് ഭാഗവതം നല്ല മികവ് കാണിക്കുന്നുണ്ടെന്നാ. അത്ര പരമോ, മത്സരബുദ്ധിയില്ലാത്ത നല്ല മനുഷ്യർക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ ശ്രീമദ് ഭാഗവതത്തിൽ എന്താണ് നമുക്ക് കിട്ടാനുള്ളത്, അല്ലെങ്കിൽ നാം എന്താണ് ചെയ്യാനുള്ളത്? വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം. വേദ്യം ഒന്ന് പറയൂ. വേദ്യം എന്ന് പറഞ്ഞാൽ ശ്രീമദ് ഭാഗവതത്തിൽ നിങ്ങൾക്ക് അറിയാനുണ്ട്, അറിയപ്പെടണം. ശ്രീമദ് ഭാഗവതം പ്രതിപാദിക്കുന്നത് മുഴുവൻ നമുക്ക് അറിയാനുള്ളതാണ്, ഉൾക്കൊള്ളാനുള്ളതാണ്, ബുദ്ധി ഉപയോഗിച്ച് ഗ്രഹിക്കാനുള്ളതാണ്. വാസ്തവം എന്താണ് നിങ്ങൾക്ക് അറിയാനുള്ളത്? വാസ്തവം. അപ്പോൾ ഈ ലോകം വാസ്തവമല്ലേ? അല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞൊപ്പിച്ചത്. അപ്പോൾ ഈ ലോകം ഇവിടെ വാസ്തവമല്ല, പിന്നെ വാസ്തവം എന്താ? മനസ്സിലാക്കിക്കോളൂ. അതിൻ്റെ അധിഷ്ഠാനമാണ് വാസ്തവം. നമ്മളിൽ ഞാൻ എന്ന ഉൾപ്പൊരുൾ മാത്രമാണ് വാസ്തവം, ബാക്കി 3 മിഥ്യയാണ്. അതുപോലെ ഈ ലോകം, ജാഗ്രതയിൽ മാത്രം പ്രകാശിക്കുന്ന ഈ ലോകം മിഥ്യ സ്ക്വയേർഡാണ്.
അതിൻ്റെ അധിഷ്ഠാനം കിടക്കുന്നത് ലോകത്തിലല്ല, നമ്മളിലാണ്. ആ ഞാൻ എന്ന അഹംപ്രത്യ ഗോചരമായ പരമാത്മാവിനെ അറിയുക, അതാണ് നമുക്ക് ആവശ്യം. വേദ്യം വാസ്തവമത്ര വസ്തു. അത് മനസ്സിലാക്കുന്നത് കൊണ്ട് എന്താ നേട്ടം? ശിവദം, മംഗളകരമാണത്. അതുകൊണ്ട് മാത്രമേ നമുക്ക് മംഗളമുണ്ടാകൂ, അതുകൊണ്ട് മാത്രമേ നമുക്ക് നന്മയുണ്ടാവൂ, മികവുണ്ടാവൂ, സൗഭാഗ്യവും സാഫല്യവും നമ്മെ അണയ്ക്കൂ. വേറെ ഒന്നുകൊണ്ടും നമുക്ക് കിട്ടില്ല നന്മയും സൗഭാഗ്യവും. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ഈ ലോകം എന്ന് പറഞ്ഞാൽ 3 താപമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ആധ്യാത്മിക ദുഃഖം, ആധിഭൗതിക ദുഃഖം, ആധിദൈവിക ദുഃഖം. ഈ 3 ദുഃഖം അനുഭവിക്കാത്ത ഒരാളും ഈ ലോകത്തിലുണ്ടാവില്ല. പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, അധികാരിയാവട്ടെ, അനധികാരിയാവട്ടെ, പുരുഷൻ, സ്ത്രീ, പഠിച്ചവൻ, പഠിക്കാത്തവൻ, എന്തു വ്യത്യാസവും ഇല്ല അവിടെ. പഠിച്ചവനും പഠിക്കാത്തവനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും ജീവിക്കുന്നത് പാഞ്ചഭൗതിക ലോകത്തിലാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള സമ്പർക്കമാണ് അവിടെ നടക്കുന്നത്. എന്തോടുകൂടി സമ്പർക്കം നടത്തുന്നുവോ അത് അവാസ്തവം, സമ്പർക്കം നടത്തുന്ന ഇന്ദ്രിയങ്ങളോ അതും അവാസ്തവം. അപ്പോൾ ഇവിടെ വാസ്തവം എന്താ? ഇത് രണ്ടുമല്ലാത്തതാണ്. അത് നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കണം, ബുദ്ധി ഉപയോഗിച്ച് ബുദ്ധി ചെലുത്തി കണ്ടുപിടിക്കണം. അതാണ് ഞങ്ങൾ 18,000 ശ്ലോകങ്ങളെടുത്ത് ഇതിനെ പ്രതിപാദിക്കുന്നത്. സംവാദ രൂപത്തിൽ, തത്വാവിഷ്കരണ രൂപത്തിൽ, ചർച്ച രൂപത്തിൽ, പ്രതിപാദന രൂപത്തിൽ, കഥാരൂപത്തിൽ, ഇതിഹാസം, ആഖ്യാനം, ആഖ്യായിക, ഇങ്ങനെയൊക്കെ പല രൂപത്തിലായിട്ട് പ്രതിപാദിക്കുക. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. 3 വിധത്തിലുള്ള താപം നീങ്ങണമെങ്കിൽ അത് ഈ വാസ്തവം അറിയുന്നത് മാത്രമേ ഉള്ളൂ. പരീക്ഷിത്ത് താപത്രയത്തിൽപ്പെട്ടതാ. തൻ്റെ ശരീരവും മനസ്സും ബുദ്ധിയും കൂടി രചിച്ചതാണ് ഈ പാപകർമ്മം. അതിൻ്റെ ഫലമാണ് മുനികുമാരൻ്റെ ശാപം. അതെവിടുന്ന് വന്നു? അവനവന് തന്നെ കിട്ടിയതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? ബാഹ്യമായിട്ട് രക്ഷയില്ല. സർപ്പം വന്ന് കടിക്കും, താൻ ചാവും ചെയ്യും. അപ്പോൾ പിന്നെ എന്താണ് വഴി? തക്ഷകൻ വന്ന് കടിക്കുന്നതിന് മുൻപ് തന്നെ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുക. അത് സാധിക്കും. അത് ഭാഗവതം ഉണ്ടാക്കി കൊടുത്തു. താൻ ചെയ്ത പാപത്തിന് ഫലം നിർണായകമാണ്. അത് വരും, ഒരു ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, അത് മാറ്റാൻ പറ്റില്ല. അതിനു മുൻപ് ഭാഗവതം എന്തു ചെയ്തു? മനസ്സിനെയും ബുദ്ധിയെയും എല്ലാം കട്ടുകൊണ്ടുപോയി അന്തരാത്മാവിൽ വിലയിപ്പിച്ചു. തക്ഷകൻ്റെ കടിക്കൊരു പ്രയോജനം ഉണ്ടായില്ല അവിടെ. പരീക്ഷത്തില്ല അത് മനസ്സിലാക്കാൻ. പരീക്ഷിത്തെന്ന് പറയുന്ന ആളില്ല. അതിനു മുമ്പ് മുക്തനായി പോയി കഴിഞ്ഞു. അതാണ് ഭാഗവതത്തിൻ്റെ മഹിമ. താപത്രയോന്മൂലനം. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈഹി. അങ്ങനെ മഹാമുനി എഴുതിയിട്ടുള്ള ശ്രീമദ് ഭാഗവതം ഉള്ളപ്പോൾ പിന്നെ എന്തിനാ മറ്റു പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുന്നത്? ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കണം. അത് വായിച്ചത് മനസ്സിലാക്കണം. മനസ്സിലാക്കിയത് അനുധാവനം ചെയ്യണം. അനുധാവനം ചെയ്ത് ആത്മവിലയം നാം നേടണം. അതാണ് നമുക്ക് ആവശ്യം. അതിന് ഒരു പുസ്തകവും അതിലത്തെ പ്രതിപാദ്യവുമാണ് മെച്ചമാവുക. ഒരൊറ്റ കാര്യമാണ് നമ്മൾ. ഏകതത്വം എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. അപ്പോൾ ബാക്കിയുള്ള ഗ്രന്ഥങ്ങളുടെ ആവശ്യമില്ല. ഈ ഭാഗവതം മാത്രം മതി. എന്താ ഈ ഭാഗവതം നമുക്ക് ചെയ്യുന്നത്? സദ്യോ ഹൃദ്യമരുധ്യതേത്ര കൃതിഭി ശുശ്രൂഷുഭിസ്തക്ഷണാത്. ഈ ശ്രീമദ് ഭാഗവതം വേണ്ടതുപോലെ ഇങ്ങനെ കേട്ട് 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 ഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ എന്തുണ്ടാവും? സദ്യ, പെട്ടെന്ന് കേൾക്കുന്നതിനാൽ മാത്രം ഹൃദയത്തിൽ അവരുദ്ധ്യതേ ഈശ്വര. നിങ്ങൾ ഈ ആരാധിക്കുന്നതും സ്തുതിക്കുന്നതും കൊണ്ടാടുന്നതുമായ ഈശ്വരനുണ്ടല്ലോ, ആ ഈശ്വരൻ്റെ സത്യം മനസ്സിലായി, താത്വികമായി എന്താണെന്ന് മനസ്സിലായി. ആ അറിവിലൂടെ ഈശ്വരൻ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിതനായിത്തീരും. ഈശ്വരനെ ഓരോരുത്തരുടെ ഹൃദയത്തിലും പ്രതിഷ്ഠിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഏക ദൗത്യം. അതിലുള്ള സംവാദങ്ങളും അവതരണങ്ങളും എല്ലാം തന്നെ അതിനു വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാം തന്നെ അതിനു വേണ്ടിയിട്ടുള്ളതാണ്. വേറെ ഒന്നുമില്ല അവിടെ ഉദ്ദേശം. നിങ്ങളുടെ ഹൃദയത്തിനെ തുറപ്പിച്ച്
പരമകല്യാണനിധിയായിരിക്കുന്ന ശ്രീഹരിയെ അവിടെ പ്രതിഷ്ഠിക്കണം. പുറത്തുള്ള കല്ല് പലരും പ്രതിഷ്ഠിച്ച് കുറേ കാലമായി, നടക്കട്ടെ, വല്ലവരും ഒക്കെ ഒന്ന് വന്ന് അവിടെ ഗർഭഗൃഹത്തിൽ വരെ നിങ്ങളാരും പോവാൻ പറ്റൂല. നമുക്കിവിടെ ഈശ്വരനെ താലോലിക്കണം, നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം. അവിടുന്ന് അദ്ദേഹം ഒരു സെക്കൻഡ് പോലും പോവരുത്. എൻ്റെ ജീവനും ഈശ്വരനും കൂടി ഒന്നായി തീരണം. പിന്നെ എനിക്ക് ഭയമില്ല. പുറമേ എനിക്ക് എന്ത് ദശ വേണമെങ്കിൽ വരട്ടെ, എന്ത് ഘട്ടം വേണമെങ്കിൽ വരട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല. ശ്രീകൃഷ്ണൻ പോലും അപവാദം കേട്ടു ഇല്ലേ? എത്ര യുദ്ധം ചെയ്യേണ്ടി വന്നു. ദന്തവക്തരുമായി യുദ്ധം ചെയ്യുമ്പോൾ കൃഷ്ണൻ്റെ തലയിൽ ഒരു ഇടിയടിച്ചു. ഞാനത് എഴുതുന്ന സമയത്ത് എനിക്ക് വല്ലാണ്ടായി തോന്നുക എൻ്റെ ശരീരം തന്നെ. യുദ്ധം ചെയ്യുന്ന സമയത്ത് അന്യോന്യം യുദ്ധം ചെയ്യുമ്പോൾ എതിരാളിയും ചിലതൊക്കെ പ്രഹരിക്കും. അവസാനം പ്രഭാസതീർത്ഥത്തിൽ എന്തുണ്ടായി? സ്വജനങ്ങളൊക്കെ ഏരകപ്പുല്ല് വലിച്ചെടുത്ത് തല്ലി തകർത്ത് കൂട്ടത്തല്ലായി എന്ന് കണ്ടപ്പോൾ ഞാൻ പോയില്ല എന്ന് കുറ്റം പറയരുത് ആരെന്ന് പറഞ്ഞ് പോയപ്പോൾ കൃഷ്ണനും കിട്ടി പ്രഹരം. എന്നെ പ്രഹരിച്ചുല്ലോ, ഇനിയിപ്പോൾ ഞാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക്. ഞാൻ പോയി മധ്യസ്ഥതയുടെ ആവശ്യമില്ലല്ലോ. അവിടുന്ന് നേരെ പോയി ആലിൻ്റെ ചോട്ടിൽ ചാരിയിരിക്കുക ചെയ്തത്. എന്താ നിങ്ങൾ കൃഷ്ണജീവിതത്തിനെ പറ്റി മനസ്സിലാക്കുന്നത്? ജീവിതം എല്ലാവർക്കും സമമാണ്, ഒരുപോലെയാണ്. താപത്രയമില്ലാതെ ഇവിടെ ഒരാൾക്കും കഴിഞ്ഞുകൂടാൻ പറ്റില്ല. സദ്യോഹൃദ്യമരുധ്യതേത്ര കൃതിഭി ശുശ്രൂഷുഭിസ്തക്ഷണാത്. നല്ലപോലെ കാതും കരളും കൊടുത്ത് നിങ്ങൾ ശ്രീമദ് ഭാഗവതം കേട്ടാൽ മതി. കേൾക്കണം. അത് മനസ്സും ഹൃദയവുമൊക്കെ കൊടുത്ത് കേൾക്കണം. അതിനിടയിൽ ഒന്നും പെറുപെറുക്കരുത്. നല്ലോണം കേൾക്കുക. ആ കേൾക്കുക എന്ന് പറയുമ്പോൾ ഗ്രഹിക്കുക എന്നർത്ഥമാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ വല്ലവരും കേൾക്കും, വല്ലവരും സംസാരിക്കുമ്പോഴോ നമ്മളാണ് കേൾക്കുന്ന സമയത്ത് ആ വാക്കുകളൊക്കെ കാതിൽ വന്ന് തട്ടി. ശബ്ദം എന്ന് പറയുന്നത് കർണം വരെയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ആ ശബ്ദ തരംഗങ്ങളൊക്കെ നിന്ന് അത് പ്രജ്ഞാതരംഗങ്ങളോ പ്രജ്ഞാപ്രസരണങ്ങളോ ആയി നമ്മുടെ മസ്തിഷ്കത്തിലും ഹൃദയത്തിലും സ്ഥാനം പിടിക്കും. ഈശ്വരൻ ഭഗവാൻ എന്നിങ്ങനെ കേൾക്കുമ്പോൾ കാതുവരെ അത് ശബ്ദമാണ്. കാത് കഴിഞ്ഞാലോ അത് ഉള്ളിലുള്ള പ്രസരണമാണ്. ആ പ്രസരണം എവിടെയാണ് നടക്കുന്നത്? പ്രജ്ഞാവിശേഷത്തിൽ, ചേതനാതലത്തിൽ. ആ ചേതനയുടെ സ്വഭാവം തന്നെ മാറും. അതിപ്പോൾ പ്രാപഞ്ചികമാണ്, ലൗകികമാണ്, ഐന്ദ്രിയമാണ്. ആ പ്രാപഞ്ചികത്വം മുഴുവനും പോയി അവിടെ അലൗകികത്വം സ്ഥാനം പിടിക്കും. പിന്നെ നിങ്ങൾക്ക് കുടുംബത്തെ ചൊല്ലിയോ, കുട്ടികളെ ചൊല്ലിയോ, പണത്തെ ചൊല്ലിയോ, ദാരിദ്ര്യത്തെ ചൊല്ലിയോ, സൂക്കേടോ അനാരോഗ്യമോ ഈ വക കാര്യങ്ങളൊന്നും അവിടെ വരില്ലപ്പാ. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം എങ്ങനെയോ അതിലേറെ ഭഗവാന്റെ കുടുംബമാണിത്. നിങ്ങളുടെ കുടുംബം ഇവിടെ ഒറ്റപ്പെട്ട് ചെറിയ ഒന്നാണ്. ഈശ്വരൻ്റെ കുടുംബമാണിത് മുഴുവനും. ആ കുടുംബത്തിന് ഇല്ലാത്ത ഒരു വേവലാതി നിങ്ങൾക്ക് വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്തിനു വേണം? മറുപടി പറയുന്നപ്പാ. നിങ്ങളുടെ കുടുംബത്തിലുള്ള ആവലാതി എല്ലാ കുടുംബങ്ങളുടെയും ആവലാതിയാണ് മഹാവിഷ്ണുവിന്. അപ്പോൾ മഹാവിഷ്ണുവിന് ഇല്ലാത്തൊരാവലാതി നിങ്ങളെന്തിനാ വലിച്ചു കയറ്റുന്നത്? പറഞ്ഞാൽ കേൾക്കാത്ത മക്കളെ പോലെയുള്ള പെരുമാറ്റമല്ലേ അത്? വിട്ടങ്ങോട്ട് കൊടുക്കൂ. അഹോം മമ രണ്ടും പോട്ടെ. ഉല്ലാസമായി ജീവിക്കൂ. മുക്തിയാർ എഴുതി കൊടുക്കൂ ഭഗവാന്. ഇനി എൻ്റേന്നൊന്നുമില്ല, അങ്ങയുടെ മാത്രമേ ഉള്ളൂ. എൻ്റെ കുട്ടികളെപ്പറ്റി ഞാനിങ്ങനെ വല്ലതും ചോദിച്ചാൽ മറുപടി പറയാം, സന്തോഷിക്കാം. ഞാൻ ആവലാതിപ്പെടില്ല. അവർക്ക് എന്തു വരുമോന്ന് ആവലാതിപ്പെടില്ല. കാരണം അങ്ങയുടെയാണ് സർവസ്വവും. എന്തുകൊണ്ട് പാടില്ല? നിങ്ങളുടെ ബുദ്ധിയില്ലേ? നിങ്ങളുടെ കുടുംബത്തിനോ ഇവിടെ സ്ഥാനം കൂടുതൽ, അതോ ഈശ്വരൻ്റെ കുടുംബത്തിനോ സ്ഥാനം കൂടുതൽ? 2 കുട്ടികളുണ്ടായത്രേ, സ്വൈരല്യാന്ന്. എൻ്റെ അപ്പ, നിങ്ങൾക്ക് മാത്രമേ കുട്ടികളുണ്ടായിട്ടുള്ളൂ? 100 കോടി ജനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. 10,000 കോടി ജനങ്ങളാണ് ഇവിടെ ജീവിച്ച് മരിച്ചു പോയവർ. നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ച ലിസ്റ്റിൽ പെടും. നിങ്ങളുണ്ടാവുമോ എപ്പോഴും ഇവിടെ?
നിങ്ങൾ പോകുന്നതിന് മുമ്പ് കുട്ടികൾ പോകണമെന്നാണ് നിങ്ങൾ പറയണേ. അപ്പോൾ നമ്മൾ പോയിട്ട് കുട്ടികളുണ്ടാവും, അവരുടെ പാട്ടിലേക്ക് വിടൂ. നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം എന്ത് ചെയ്യണമെന്ന് തോന്നണോ ചെയ്തോളൂ. അത് വിട്ടിട്ട് കമാശിവ മിണ്ടരുത്, മിണ്ടരുത്, മിണ്ടരുത്. തന്നെക്കൊണ്ട് ആകാവുന്നത് നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞാൽ എല്ലാവരെയും ഭൂജനനിക്ക് ഏൽപ്പിച്ചു പോകുന്നതാണ് നമ്മുടെ കൃത്യം. ഒരച്ഛനും അമ്മയും ഇവിടെ ശാശ്വതമല്ല, മക്കളും ശാശ്വതമല്ല, ഇവിടെയുള്ള ജനസമുദായം ശാശ്വതമല്ല. ഇവിടെ ശാശ്വതമായിട്ടുള്ള പൊരുൾ ഒന്നേ ഉള്ളൂ. അതിനെ എത്രയും വേഗം നിങ്ങൾ മനസ്സിലാക്കുന്നുവോ അത്രയും വേഗം നന്മ വന്നു. അതാണ് ഇവിടെ പറയുന്നത്. ശുശ്രൂഷിഭിസ്തക്ഷണാത്. ഈ ഭാഗവതം കാതുകൊടുത്ത് നിങ്ങൾ കേൾക്കൂ. അതിലുള്ള സാരാംശങ്ങൾ പറയാൻ ഇടവരട്ടെ, കേൾക്കാൻ ഇടവരട്ടെ. അത് കേട്ട് ഗ്രഹിച്ച് മനസ്സതിൽ ലയിച്ചു ചേരട്ടെ. ഭാഗവത സാരം, ഭാഗവത അമൃതം അത് നിങ്ങളുടേതാവട്ടെ. അത് പാനം ചെയ്യൂ, പാനം ചെയ്യൂ, പാനം ചെയ്യൂ. അമരന്മാരായി തീരൂ. ഇതാണ് നമുക്ക് ആവശ്യം. അക്ഷരം പ്രതി അത് ശരിയാണെന്ന് തെളിയിപ്പിക്കുന്നതാണ് പരീക്ഷത്തിന് സംഭവിച്ച നേട്ടം. പാവം, ഊണുമില്ല, വെള്ളം കുടിക്കാനുമില്ല. എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് ശുകദേവൻ പറഞ്ഞു കൊടുത്ത ആ ഭാഗവതാമൃതം മാത്രം കാതിലൂടെ കരളിലൂടെ അങ്ങനെ തിന്ന് അങ്ങനെ കൂടി. തക്ഷകൻ വന്ന് കടിക്കുമ്പോഴേക്കും എനിക്ക് പേടിയില്ല, തക്ഷകനെയും പേടിയില്ല, മരണത്തെയും പേടിയില്ല. ഞാൻ സിദ്ധനായി, അനുഗൃഹീതനായി, സിദ്ധോസ്മി അനുഗൃഹീതോസ്മി ഭവതാ കരുണാത്മന എന്ന് പറഞ്ഞ് ശുകമഹർഷിയെ സ്തുതിച്ച് ആരാധിച്ച് നമസ്കരിച്ച് ഞാനിതാ ലോകത്തിൽ നിന്ന് പിൻവലിയാൻ പോകുന്നു. ഇന്ദ്രിയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് പിൻവലിച്ചു, മനസ്സിനെ ഇന്ദ്രിയങ്ങളിൽ നിന്ന്, ബുദ്ധിയെ മനസ്സിൽ നിന്ന്, എന്നിട്ടോ അന്തരാത്മാവിൻ്റെ അടിത്തട്ടിൽ അമർന്ന് ലയിച്ച് അമരത്വം പ്രാപിച്ച് ഏകീകൃതനായി അങ്ങനെ അങ്ങോട്ട് ഇരുന്നു. ശുകൻ സ്ഥാനം വിട്ടു. തക്ഷകൻ വന്നു അത്രേ, പേരിന് കടിച്ചു അത്രേ. കടിക്കുമ്പോഴേക്കും ജഡത്തിനെ കടിക്കുന്ന പോലെയാണ് അനുഭവം. എന്നാൽ പ്രാണസഞ്ചാരമുണ്ടായിരുന്നു. ആ കടി വിഷം, അതിൽ നിന്നുള്ള തീയിൽ ആ ശരീരം ഭസ്മമായി പോയി എന്ന കാണികൾ നമ്മളോട് പറയുന്നതൊഴികെ പരീക്ഷത്തിന് ആ അനുഭവം ഉണ്ടായില്ല. ഇതാണ് ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹത്വം. ഒറ്റാളും ചോദിക്കരുത് ഇത് സാധിക്കുമോ സാധിക്കില്ലയോ എന്ന്. സാധിച്ചു എന്ന് പറയുന്നതാണ് ഗ്രന്ഥം. മനസ്സാണ് ഇവിടെ സർവസ്വവും. ആ മനസ്സാണ് പരീക്ഷത്തിൻ്റെ അന്തരാത്മാവിൽ ലയിച്ചു ചേർന്നത്. ദ്രഷ്ടാവാണ് ഇവിടെ സത്യം, ദൃശ്യമല്ല. നിങ്ങളെല്ലാവരിലുമുണ്ട് ദ്രഷ്ടാവ്. ദൃശ്യമാണ് പുറത്തെന്ന് തോന്നുന്നത്. ആ ദ്രഷ്ടമാണ് ദൃശ്യത്തിന് ആധാരം. ആ ദ്രഷ്ടാവിൽ നിങ്ങളുടെ മനസ്സ് ലയിച്ചു ചേരട്ടെ. ഈ പുറംപൂച്ച് കണ്ട് ആകർഷിച്ച് അതിനോടുകൂടി കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, നിർത്തുക. ശ്രീമദ് ഭാഗവതത്തിൻ്റെ 18,000 ശ്ലോകങ്ങൾ നിങ്ങൾക്കതിന് അസുലഭമായ ഒരവസരം, ഒന്നാം തരം അവസരമാണ് നിങ്ങൾക്ക് തരുന്നത്. അത് വേണ്ടതുപോലെ ആസ്വദിച്ച് ഉപയോഗപ്പെടുത്തി എല്ലാവരും ധന്യരായിത്തീരൂ. ഇതാണ് നമുക്ക് ആവശ്യം. ഇതൊരു തത്വസമീക്ഷാ സത്രമായി തന്നെ എത്രയും കാലം നടക്കണം എന്നാണ് എൻ്റെ മനസ്സിലെനിക്ക് തോന്നുന്നത്. അതിന് സംഘാടകരും ശ്രോതാക്കളും എല്ലാവരും തന്നെ വളരെ ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് ഈ തത്വമൂല്യങ്ങൾ തന്നെ കേൾക്കണം, സിദ്ധാന്തങ്ങൾ തന്നെ കേൾക്കണം എന്ന് പറഞ്ഞ് അതിന് പറ്റിയിട്ടുള്ള പ്രവക്താക്കളെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് ഈ വേദി തത്വസമീക്ഷാ വേദി തന്നെ ആയി എന്നും ശോഭിക്കട്ടെ. ഞാൻ എല്ലാവരെയും അതിനായി അനുഗ്രഹിക്കുന്നു, മനസ്സാ ആലിംഗനം ചെയ്യുന്നു. 27-ാം തീയതിയാണ് യശോദയുടെ കണ്ണിലുണ്ണി എന്നുള്ള ഒരു വിഷയം ഞാനിവിടെ അവതരിപ്പിക്കാം എന്നുദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരും അത് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഞാനൊരു മനസ്സോടു കൂടിയാണ് അത് ചെയ്യാമെന്നങ്ങോട്ട് തീരുമാനിച്ച് പറയുന്നത്. ഞാൻ പലപ്പോഴും പറയും, ഈ കൃഷ്ണൻ്റെ ലീലാവിനോദങ്ങളെല്ലാം വർണ്ണിക്കാൻ പറ്റിയിട്ടുള്ള ഒരാളാണോ ഞാനെന്ന്. അപ്പോൾ ചിലരൊക്കെ പറയണു, എന്താ സ്വാമിജി തന്നെ വർണ്ണിച്ചാലല്ലേ നന്നായിരിക്കാമെന്നൊക്കെ. അറിയില്ല, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എന്നാൽ 27-ാം തീയതി ചെയ്യാമെന്ന് ഉദ്ദേശിക്കണോ, എല്ലാം വേണ്ടതുപോലെ നടക്കുകയാണെങ്കിൽ. പക്ഷേ നിങ്ങളെല്ലാവരും വന്ന് കേൾക്കണം. വളരെ വിശേഷപ്പെട്ടതാണ് ഈ കൃഷ്ണൻ്റെ
ബാലലീലകൾ മുഴുവനും. അതിൻ്റെ ഒരു വക്കും തുമ്പും കൂടി സാധാരണ നമ്മളാരും കടിക്കാറില്ല. അതിൽ സർവ്വസ്ഥലത്തും എത്ര വിശേഷപ്പെട്ട തത്വങ്ങളും സന്ദേശങ്ങളുമാണെന്നറിയോ. അത് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ കൃഷ്ണനല്ലാതെയായിത്തീരും, കേൾക്കുന്നവരും കേൾക്കുന്നവരല്ലാതെയായിത്തീരും. അമ്പാടിയിലെ യശോദയ്ക്കും യശോദയുടെ ചുറ്റുമുണ്ടായിരുന്ന ഗോപിക മണികൾക്കും എന്തുണ്ടായോ അതിനെ അതിശയിക്കുന്നതായ ഒരു അനുഭവവും ഒരു ചാരിത്രവും ഒരു വിജ്ഞാനവും എല്ലാം ആവണം ശ്രോതാക്കൾക്കുണ്ടാവുന്നത്. അതിന് പറ്റിയ തരത്തിൽ ആ ബാലലീലയെ വർണ്ണിക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമില്ല. അത് വളരെ വിദ്വാൻമാർ ചെയ്യേണ്ടതാണ്. ഭക്തിരസം അതിൽ നിന്ന് കിട്ടണം. യശോദ ആ കണ്ണിലുണ്ണിയെ എങ്ങനെ വളർത്തി, ആ കണ്ണിലുണ്ണി യശോദയുടെ അടുത്ത് എങ്ങനെ പെരുമാറി, ആ അമ്മത്തം, ആ ശിശുത്വം, കുട്ടിത്തം, അത് രണ്ടും കൂടി നടന്ന ആ വ്യവഹാരങ്ങളുണ്ടല്ലോ, ആ വ്യവഹാരങ്ങൾ എന്താണ് നമ്മളോട് പറയുന്നത്, അതെന്തിനാണ് നമ്മളെ മാടി വിളിക്കുന്നത്? അന്നും ഇന്നും ഒരുപോലെ മനുഷ്യരുടെ ഹൃദയങ്ങളെ ആനന്ദിപ്പിച്ച് കോൾമയർ കൊള്ളിക്കുന്ന ഈ വിശേഷപ്പെട്ട വർണ്ണനാ വിവരണങ്ങൾ എങ്ങനെ ഈ ഭാരതഭൂമിയിൽ ഉണ്ടായി? ആരതിന് രൂപം കൊടുത്തു? അത് അന്നു മുതൽക്ക് ഇന്നേ വരെ വേരറ്റു പോകാതെ ഇവിടെ നിലനിന്ന് പോരുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്ത്? എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള വൈഭവം? ഇതൊന്ന് ചുഴിഞ്ഞു നോക്കി നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. എനിക്ക് തോന്നുന്നു തെക്കേ ഇന്ത്യയിൽ ഈ സാഹിത്യം വേണ്ടത്ര അഭിവൃദ്ധിപ്പെട്ടിട്ടില്ല. ഇവിടെ അഭിവൃദ്ധിപ്പെടാനുണ്ട്. നമുക്ക് ഭക്തിയില്ല, ഭക്തി പോരാ, വളരെ കുറവാണ്. വൃന്ദാവനത്തിലും മധുരയിലുമൊക്കെയാണ് ഭക്തി ശരിക്കും കാണണമെങ്കിൽ കാണണം. ഞാൻ വൃന്ദാവനത്തിൽ പോയിട്ടുണ്ട്, പക്ഷേ ഭക്തിയൊന്നും കണ്ടിട്ടില്ല. പോകണമെന്നൊക്കെ പോയി വിചാരിക്കും, ഇനിയുണ്ടോ നടക്കാൻ പോകണം. ചെറുപ്പം മുതൽക്ക് തന്നെ ശുഗമുനിയെ മാതിരി ഓടിച്ചാടിച്ചതല്ലേ നമ്മളെ കാലം കഴിഞ്ഞു കൂടിയത്. എന്തായാലും നമുക്ക് യശോദയുടെ കണ്ണിലുണ്ണിയെ കുറച്ചൊന്ന് കാണാൻ പരിശ്രമിക്കാം. സാധിക്കുമെന്ന് വിചാരിക്കണം. ഞാൻ നിങ്ങളെ എല്ലാവരെയും അതിനുവേണ്ടി പ്രത്യേകം ആഹ്വാനം ചെയ്യുന്നു. ബാക്കിയുള്ളവരോട് പറയുകയും ചെയ്യാം. ജയതി ജയതി ദേവോ ദേവകീനന്ദനോയം, ജയതി ജയതി കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപഃ, ജയതി ജയതി മേഘശ്യാമലഃ കോമലാംഗോ, ജയതി ജയതി പൃഥ്വീഭാരനാശോ മുകുന്ദഃ, ജയതി ജയതി പൃഥ്വീഭാരനാശോ മുകുന്ദഃ. ഹരി ഓം, ഹരി ഓം. നമുക്കൊരു തവണയും കൂടി ഓംകാരം ജപിച്ച് നിർത്താം. കൈ ഓർത്ത് മടിയിൽ വെച്ചോളൂ, കണ്ണടച്ചിരിക്കും. ഓ ശരി. ഹരി ഓം തത്സത്.